നീ കൂടുതൽ വിളച്ചിലെടുക്കല്ലേ. ഇവിടുത്തെ ഏതെങ്കിലും ഒരു കുട്ടിയെ ബലി കഴിക്കുവാൻ എന്തെങ്കിലും പദ്ധതി നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കണം. അങ്ങനെ വല്ലതും ഉണ്ടായാൽ നിന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി ഇടിച്ച് നിന്നെ കെട്ടിത്തൂക്കും. ഈ ഒരു ഭീഷണിയായിരുന്നു കോൺസ്റ്റബിൾ റെഡ്ഡിക്ക് നൽകിയത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായല്ലോ, ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട പ്രകാരം നമ്മളൊരു വീഡിയോ ചെയ്യുന്ന കാര്യം. സർക്കസിൽ നിന്നും ചാടിപ്പോയ റാണി എന്ന കടുവയുടെ കഥ. ആ കഥയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. കെന്നത്ത് ആൻഡേഴ്സന്റെ ദ കോൾ ഓഫ് ദ മാൻ ഈറ്റേഴ്സ് എന്ന കഥയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥ കൂടിയാണിത്. ഏകദേശം 50 പേജിന് മുകളിൽ വരുന്ന കെന്നത്ത് ആൻഡേഴ്സന്റെ വലിയ കഥകളിൽ ഒരു കഥ കൂടിയാണിത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ ഈ കഥയിലേക്ക് പോകാം. ഗോൾഡൻ ബ്രൗൺ നിറമുള്ള പുല്ലുകൾ എന്നുവെച്ചാൽ മഴക്കാലം കഴിയുമ്പോഴേക്കും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പച്ചപ്പ് ചാർത്തി മുളപൊട്ടി പൊന്തി വരുന്ന പുല്ലുകൾ വേനൽക്കാലമാകുമ്പോഴേക്കും ഉദിച്ചുയർന്ന സൂര്യൻ്റെ കഠിനമായ ചൂടിൽ വാടിക്കരിഞ്ഞു പോകുന്നു. അങ്ങനെ അവയ്ക്ക് ഒരു തവിട്ട് നിറം പ്രാപിക്കുന്നു. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി അത് മാറുന്നു. മഴക്കാലമാകുമ്പോഴേക്കും അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുകയും പുതിയ പുല്ലിനായി വഴിയൊരുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ഗോൾഡൻ ബ്രൗൺ നിറമുള്ള പുല്ലുകളാൽ കുന്നിൻ ചെരുവുമെല്ലാം മൂടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള കുന്നുകൾക്കിടയിലെല്ലാം ഇടതൂർന്നതും ഇടുങ്ങിയതുമായ താഴ്വരകൾ കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന മഴയിലും വെള്ളപ്പൊക്കത്തിലും ചെളിയും മറ്റും കുന്നുകളിൽ നിന്നും മലകളിൽ നിന്നും ഒഴുകി താഴേക്കിറങ്ങി കുന്നിൻ താഴ്വരകളെ സമ്പുഷ്ടിയിലെത്തിച്ച് സമൃദ്ധമായ രീതിയിൽ പുല്ലുകളും മരങ്ങളും വള്ളിച്ചെടികളും വളരുവാൻ അനുവദിച്ച് കുന്നിൻ ചെരുവിൽ നിന്നും ദൂരേക്ക് ഒഴുകി അകലുന്നു. ഇങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന നീർച്ചാലുകൾ ഒരുമിച്ച് കൂടിച്ചേർന്ന് വടക്ക് കിഴക്ക് കല്യാണി നദിയിലേക്ക് ഒഴുകിയെത്തുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇത് കല്യാണിയുടെ ഒരു പോഷക നദിയായി മാറുകയാണ്. നമ്മൾ മുന്നേ പറഞ്ഞ ഇടുങ്ങിയ താഴ്വരയിൽ മുളകളും ചൂരലുകളും ലന്താന ചെടികളും കാട്ടുമുന്തിരികളും വളരെ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നു. അതിൽ എടുത്തു പറയേണ്ടത് കാട്ടുമുന്തിരിയുടെ കാര്യമാണ്. അതിനെ കൊലയാളി എന്ന് തന്നെ നമുക്ക് വിളിക്കാം. കാരണം പണ്ടെപ്പോഴോ ഏതോ ഒരു കിളി കാട്ടുമുന്തിരിയുടെ കാ ഭക്ഷിച്ചതിന് ശേഷം ഇപ്പോൾ ഈ താഴ്വരയിലെ ഏതോ ഒരു മരത്തിൽ വന്ന് ഇരുന്ന് കാണണം, വിശ്രമിച്ചു കാണണം. കാട്ടുമുന്തിരി ഭക്ഷിച്ചതിന് ശേഷം അവൻ്റെ ദഹിക്കാതെ വന്ന അതിലെ വിത്ത് അവൻ്റെ വിസർജിതത്തിലൂടെ ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് വന്ന് വീണിരിക്കണം. പിന്നെ ആ കിളി അവിടെ നിന്ന് പറന്നുപോയി. പിന്നീട് മഴക്കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം തറയിൽ വീണ വിത്ത് മരത്തിൻ്റെ ചുവട്ടിൽ സുരക്ഷിതമായി മുളച്ചു പൊന്തി. അതിനിപ്പോൾ നിങ്ങളുടെ ചെറുവിരലിൻ്റെ വലിപ്പം മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ പതിയെ പതിയെ ആ ചെടി വളരുകയും അതിൻ്റെ വള്ളികൾ അടുത്തുള്ള ചെടികളിലും മരങ്ങളിലും പിടിച്ചു കയറുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ ഭാരം മുഴുവൻ ആ മരങ്ങളിലും ചെടികളിലും കേന്ദ്രീകരിച്ചു. വർഷാവസാനമായപ്പോഴേക്കും അവൻ പടർന്നു കയറിയ ആ മരത്തിൻ്റെ ഏകദേശം 3/4 പടർന്നു കയറി കാണണം. അവൻ്റെ ഇപ്പോൾ തണ്ടിൻ്റെ വലിപ്പം നിങ്ങളുടെ കൈകളിലെ നടുവിരലിൻ്റെ വണ്ണം കാണും. 2 വർഷങ്ങൾക്കപ്പുറം ആ വെള്ളിച്ചെടി ആ മരത്തെ പൂർണ്ണമായും ചുറ്റി വരിഞ്ഞിരിക്കുന്നു. മരത്തിനേക്കാൾ പൊക്കം വന്ന വള്ളിച്ചെടി ഇപ്പോൾ അവൻ്റെ വള്ളികൾ കൊണ്ട് അടുത്തുള്ള വലിയ മരങ്ങളിലേക്കും പടർന്നു കയറുവാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ മരങ്ങൾക്കെല്ലാം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആതിഥേയമായ ആ മരത്തിന് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് പിന്നീടും മറ്റു മരങ്ങൾക്കും സംഭവിച്ചത്. ഇപ്പോൾ ആ വള്ളിച്ചെടിയുടെ വലിപ്പം നിങ്ങളുടെ കൈത്തണ്ടയുടെ അത്രയും കാണും. പിന്നെ വർഷങ്ങൾക്കിപ്പുറം ആതിഥേയമായ മരത്തെ പൂർണ്ണമായും അവൻ ചുറ്റി വരിഞ്ഞിരിക്കുന്നു. അവൻ്റെ തണ്ടിൻ്റെ വലിപ്പം നിങ്ങളുടെ തുടയുടെ അത്രയും കാണും. അവൻ്റെ വലിപ്പം എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൻ്റെ അത്രയും ആകുന്നത് അതുവരെ ആ കാട്ടുവള്ളി വളർന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അവൻ്റെ ഭീമാകാരമായ ഭാരം താങ്ങാൻ കഴിയാതെ ആ മരം ഒടിഞ്ഞു വീണിരിക്കുന്നു പൂർണ്ണമായും. ഇങ്ങനെയുള്ളപ്പോൾ ഈ വള്ളിയെ കൊലയാളി എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്? അടുത്തുള്ള മരങ്ങൾക്കും ഇത് തന്നെയാണ് പോകും വർഷങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നതും. ഇങ്ങനെയുള്ള താഴ്വരയിലേക്ക് മനുഷ്യനോ വലിയ മൃഗങ്ങൾക്കോ കയറുവാൻ പ്രയാസമായിരുന്നു. കാരണം വള്ളിപ്പടർപ്പുകളും അടിക്കാടുകളും ആർത്തിയോടെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു താഴ്വരയായിരുന്നു അത്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രദേശത്ത് അധിവസിക്കുന്നത് എലികളും അവയെ വേട്ടയാടുവാൻ കുടിയേറിപ്പാർത്ത പലതരം ഇനത്തിൽപ്പെട്ട പാമ്പുകളുമാണ്. കനത്ത വേനൽക്കാലവും ഉഷ്ണമേഖല സൂര്യന്റെ കടുത്ത ചൂടും ഉണ്ടായിട്ടും ഈ പ്രദേശത്ത് പച്ചപ്പ് നിറഞ്ഞു തന്നെ നിൽക്കും. അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല, അവയെ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുന്നുകൾ ഈ താഴ്വരയുടെ ഈർപ്പം നിലനിർത്തുവാൻ അവയെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ കനത്ത വേനൽക്കാലത്തും പച്ചപ്പ് പുതച്ചു കിടക്കുന്ന താഴ്വരയിൽ പലയിടത്തും ചതുപ്പുകൾ കാണുവാൻ സാധിക്കും. എങ്ങനെയുള്ള ചതുപ്പുകൾക്ക് ഈർപ്പം നിലനിർത്തുവാൻ വേണ്ടി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈർപ്പം വലിച്ചെടുക്കുന്നതായി തോന്നിപ്പോവും. ഈ കഥ ആരംഭിക്കുന്നത്
ഉച്ച കഴിഞ്ഞാണ്. പക്ഷികളും ചീവീടുകളും മരങ്ങളും കുറ്റിക്കാടുകളും വലിയ നീളമേറിയ പുല്ലുകൾ പോലും ചലനരഹിതവും നിശബ്ദവുമായി നിൽക്കുന്ന സമയം. അങ്ങ് ദൂരെ നിന്ന് എവിടെ നിന്നോ ഏകദേശം 50 യാർഡുകൾക്കപ്പുറത്ത് നിന്നും ഒരു ശബ്ദം ഉയർന്നു കേൾക്കാം. അരുവി ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ഓളപ്പരപ്പിന്റെ ശബ്ദം ഉണ്ടാക്കുന്നതിനേക്കാൾ അല്പം ഉയർന്ന ഒരു ശബ്ദമാണെന്നേ ഉള്ളൂ. അത് വന്നുകൊണ്ടിരിക്കുന്നത് അരുവിയുടെ കരയിൽ വളർന്നു നിൽക്കുന്ന ആനയുടെ ചെവിയുടെ അത്രയും വലിപ്പമുള്ള താമര ഇലകൾക്കിടയിൽ നിന്നുമാണ് ആ ശബ്ദം ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെ വളർന്നു നിൽക്കുന്ന താമര ഇലകൾക്കിടയിൽ നമുക്ക് ഒരു മനുഷ്യരൂപം കാണുവാൻ സാധിക്കും. അർദ്ധനഗ്നനായ ഒരു രൂപം. നാറി മുഷിഞ്ഞ ഒരു തോർത്തു മാത്രമായിരുന്നു അയാൾ ഉടുത്തിരുന്നത്. അയാളുടെ കറുത്ത രൂപം താമര ഇലകളുടെ നിഴൽ പോലെയാണ് തോന്നിക്കുന്നത്. അയാൾ എന്തോ തേടുകയാണ്. അത് വേറെ ഒന്നുമായിരുന്നില്ല. കുളു എന്ന അത്യപൂർവമായ മാന്ത്രിക ശക്തിയുള്ള ഒരു ജലസസ്യമാണ് അദ്ദേഹം തേടിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഭാഗത്ത് മാത്രമാണ് കൂടുതലായി കാണപ്പെടുന്നതും. അത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല ഉപയോഗിക്കുന്നത്. കുളു സസ്യത്തിന്റെ വേര് ഉണക്കിപ്പൊടിച്ച് പാലിലോ മറ്റും കലക്കി കുടിക്കുകയാണെങ്കിൽ ലൈംഗിക ശക്തി കൂടുമെന്നാണ് അവിടുത്തെ ഗ്രാമീണരുടെ ഒരു വിശ്വാസം. അത് മുതലെടുക്കുകയായിരുന്നു ഇദ്ദേഹവും. അതിന്റെ വേര് ഉണക്കിപ്പൊടിച്ച് ഒരു നുള്ളിന് 1 രൂപ എന്ന നിലയിലായിരുന്നു ഇയാൾ വിറ്റുകൊണ്ടിരുന്നത്. അങ്ങനെ വിൽക്കുന്ന ഇയാളുടെ പേര് കോദണ്ഡ റെഡ്ഡി എന്നാണ്. അത്യാവശ്യം ഒരു മന്ത്രവാദിയൊക്കെയാണ് ഇദ്ദേഹം. ഇയാൾ വന്നിരിക്കുന്നത് ഇവിടെ നിന്നും ഏകദേശം 12 മൈലുകൾക്കപ്പുറമുള്ള രംഗംപേട്ട് എന്ന ഗ്രാമത്തിൽ നിന്നുമായിരുന്നു അയാൾ ഇവിടേക്ക് എത്തിയത്. അയാൾ ഇപ്പോൾ ആ അരുവിയിൽ തിരയുന്നത് കുളു സസ്യത്തിന്റെ വേരുകളും സസ്യവുമാണ്. അരുവിയുടെ ഒഴുക്കിന്റെ ശബ്ദവും അയാൾ വെള്ളത്തിലേക്കിട്ട് തിരയുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദവുമല്ലാതെ മറ്റൊരു ശബ്ദവും ഇപ്പോൾ ആ പ്രദേശത്ത് കേൾക്കുവാനുണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഈ ശബ്ദവും കോലാഹലവും ഒഴിച്ചു നിർത്തിയാൽ തികച്ചും നിശബ്ദമായ ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ അവിടെ. ഇങ്ങനെ കരയിലിരുന്ന് കുളു സസ്യം തിരയുന്ന കോദണ്ഡ റെഡ്ഡിയെ നിരീക്ഷിച്ചുകൊണ്ട് മറ്റൊരാൾ അയാൾക്കരികിൽ അങ്ങകലെയായി ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ കുറ്റിക്കാടിനുള്ളിൽ ഇരുന്നു കൊണ്ട് കോദണ്ഡ റെഡ്ഡിയുടെ എല്ലാ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് അവൻ അവിടെ പതുങ്ങിയിരിക്കുന്നത്. അതും തികഞ്ഞ നിശബ്ദതയോടെ. അവസാനം അയാളുടെ കയ്യിൽ ഒരു കുളു സസ്യം പെട്ടു. അത് വേരോടെ പിടിച്ചെടുക്കുവാൻ വേണ്ടി അയാൾ ജലാശയത്തിലേക്ക് നല്ലപോലെ കുനിഞ്ഞു. ഇതേ സമയം കുറ്റിക്കാടിൽ ഒരവസരത്തിന് വേണ്ടി പതുങ്ങിയിരിക്കുന്ന അവന് പറ്റിയ അവസരം വന്നു എന്ന് മനസ്സിലായി. കാരണം അരുവിയിലേക്ക് കുനിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ അവനെ കാണുവാൻ സാധിക്കുകയില്ലല്ലോ. പിന്നെ ഒട്ടും വൈകിയില്ല. തക്കം പാർത്തിരുന്ന അവൻ കോദണ്ഡ റെഡ്ഡിയുടെ പുറകിലൂടെ ചാടി ആക്രമിച്ചു. അവന്റെ കൂർത്ത കോമ്പല്ലുകൾ അദ്ദേഹത്തിന്റെ കഴുത്തിലും തലയോട്ടിലുമായി പിടിമുറുക്കി. പിന്നീട് ആരും തന്നെ കോദണ്ഡ റെഡ്ഡിയെ കണ്ടിട്ടില്ല. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. കുളു സസ്യത്തിന്റെ വേരുകൾക്ക് യാതൊരു വിലയും നൽകാത്ത ലോകത്തേക്ക് അയാൾ എന്നേക്കുമായി പോയി. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലെ ബാഗപ്പേട്ട, ചംലാവാലി, മാമന്തൂർ എന്നീ ഫോറസ്റ്റ് റേഞ്ചിലെ ആദ്യ കൊലപാതകവും ഇത് തന്നെയായിരുന്നു. കോദണ്ഡ റെഡ്ഡി എന്ന വൃദ്ധനെ കാണാതായിട്ട് ഇപ്പോൾ ദിവസങ്ങളായി. ഗ്രാമത്തിൽ നിന്നും ആരും തന്നെ അദ്ദേഹത്തെ തിരക്കി വനത്തിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ പോകുവാൻ മടിച്ചിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അദ്ദേഹം മന്ത്രതന്ത്രശാലിയാണ്. സസ്യങ്ങൾക്ക് വേണ്ടിയും മന്ത്രതന്ത്രങ്ങൾക്കു വേണ്ടിയും വനത്തിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത് പതിവുമായിരുന്നു. ഇതിനു പുറമെ ദിവസങ്ങളെടുത്ത് ഗ്രാമത്തിലേക്ക് മടങ്ങി വരുന്നതും സ്ഥിരമായിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് ഗ്രാമീണർ ഇത്രയും ദിവസം അദ്ദേഹത്തെ കാണാതായിട്ടും തിരക്കി പോകുവാൻ മെനക്കെടാഞ്ഞത്. കോദണ്ഡ റെഡ്ഡിയെ കാണാതായിട്ട് ആഴ്ചകൾക്ക് ശേഷം വനത്തിനുള്ളിലൂടെ മലഞ്ചെരുവുകളിലൂടെ 2 ഫോറസ്റ്റ് ഗാർഡുകൾ റോന്ത് ചുറ്റി നടക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരാൾക്ക് നല്ലപോലെ ദാഹം വന്നു. ജലപാനം ചെയ്യുവാൻ വേണ്ടി അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു കാട്ടരുവിയുടെ തീരത്തേക്ക് നടന്നു. അങ്ങനെ അരുവിയുടെ അരികിലേക്ക് തണുത്ത ജലം കുടിക്കുവാൻ പോയവർ കണ്ടത് അവിടെ ചിതലരിച്ച നിലയിൽ കണ്ട കാക്കപ്പട്ടയും മുഷിഞ്ഞ ഒരു തുണിസഞ്ചിയുമായിരുന്നു. അതുമാത്രമായിരുന്നില്ല, അതിനരികിൽ ചിതറിക്കടന്ന കുളു സസ്യത്തിന്റെ വേരും അവർ കാണാനിടയായി. അതിൽ ചിതലരിച്ചിട്ടുണ്ടായിരുന്നില്ല. തുണിസഞ്ചി ഭാഗികവുമായി ചിതലുകൾ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ആ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നത്. കോദണ്ഡ റെഡ്ഡിയെ കാണാതായിട്ട് ഇപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. അയാൾക്ക് എന്തായിരിക്കും ഈ വനത്തിൽ വെച്ച് സംഭവിച്ചതെന്ന് അവർ ചിന്തിച്ചു കൂട്ടി. അതിനുശേഷം അവർ തിരികെ ഗ്രാമത്തിലേക്ക് പോയി. അതായത് കോദണ്ഡ റെഡ്ഡിയുടെ ഗ്രാമത്തിലേക്ക്, രംഗംപേട്ടയിലേക്ക്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അവർ നടന്ന സംഭവം പറയുകയും അതിനാസ്പദമായ തെളിവുകൾ നൽകുകയും ചെയ്തു. സംഭവം നടന്നിട്ട് ആഴ്ചകളായതുകൊണ്ട് തന്നെ മറ്റ് തെളിവുകൾ അവർക്ക് ശേഖരിക്കുവാൻ കഴിഞ്ഞിരുന്നുമില്ല.
പോലീസുകാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയല്ലാതെ മറ്റന്വേഷണങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മാസങ്ങൾക്കിപ്പുറം മറ്റൊരു സംഭവം കൂടി അവിടെ അരങ്ങേറി. അതിങ്ങനെയാണ്. ഉച്ച കഴിഞ്ഞ് ഏകദേശം 3 മണിയോടെ അടുപ്പിച്ച് 7 കാളവണ്ടികൾ അടങ്ങുന്ന ഒരു നിര പുലിബാനു എന്ന ഗ്രാമത്തിൽ നിന്നും രംഗംപേട്ട എന്ന ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. അവർക്ക് യാത്ര ചെയ്യേണ്ട ദൂരം 7 മൈലാണ്. റോഡിൽ നിന്നും 1/4 മൈൽ അകലെയും ഗ്രാമത്തിൽ നിന്നും 4ാമത്തെ അടയാളക്കല്ലിന് എതിർവശത്തായും നരസിംഹ ചെറിയുവ എന്ന ഒരു വറ്റാത്ത കുളമുണ്ട്. കടുത്ത വേനലിൽ പോലും അത് വറ്റിയിട്ടില്ല എന്നാണ് പറയാറ്. നമ്മൾ മുന്നേ പറഞ്ഞ 4ാമത്തെ അടയാളക്കല്ലിന് സമീപത്തായി 7 കാളവണ്ടികളും അവിടെ നിർത്തി. കാളകളെ അവിടെ കെട്ടിയതിനു ശേഷം അവർ അവിടെ നിന്നും 2 ഫർലോങ്ങുകൾ നടന്ന് നമ്മൾ മുന്നേ പറഞ്ഞ ആ കുളത്തിന് അരികിലേക്ക് പോയി. കുളത്തിന്റെ അരികിലെത്തിയവർ അവരുടെ കൈയും കാലും മുഖവും വൃത്തിയായി കഴുകി. വെള്ളം കുടിക്കേണ്ടവർ ആവശ്യത്തിന് വെള്ളം ആ കുളത്തിൽ നിന്നും കുടിച്ചു. അതിനുശേഷം കുളത്തിനരികിൽ നിന്നിരുന്ന വലിയൊരു മരത്തിന്റെ കീഴിന്റെ തണലിലേക്ക് അവർ നടന്നു ചെന്നു. ആ വലിയ മരത്തിന്റെ തണലിൽ നിന്ന് കഥകളും പറഞ്ഞ് അവർ പുകവലിച്ചു. അതിനുശേഷം അവിടെ നിന്നും തിരികെ നടന്ന് അവരവരുടെ കാളവണ്ടിയുടെ സമീപത്തേക്ക് പോയി. അവിടേക്കെത്തിയ 7 പേരിൽ 6 പേരും അവരവരുടെ കാളവണ്ടിയിലേക്ക് എത്തിപ്പെട്ടിരുന്നു. എന്നാൽ 7ാമത്തവൻ അവിടേക്ക് വന്നിരുന്നില്ല. അയാൾ ഇവരെ പോയ ശേഷവും മാറി നിന്ന് പുകവലിക്കുകയായിരിക്കുമെന്നാണ് അവർ ചിന്തിച്ചത്. പുട്ടറെഡ്ഡി എന്നായിരുന്നു അവന്റെ പേര്. അവന് വേണ്ടി ബാക്കിയുള്ളവർ അക്ഷമയോടെ കാത്തിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോഴും പുട്ടറെഡ്ഡി അവിടേക്ക് മടങ്ങി വരാത്തതിനെ തുടർന്ന് പലരും കോപാകുലരാകുകയും ചെയ്തു. അയാളുടെ പേര് അവർ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, അസഭ്യം പറയുന്നുണ്ടായിരുന്നു. വൈകുന്നതിന് മുന്നേ തന്നെ അവർക്ക് കാളകളെ നയിച്ചുകൊണ്ട് വനപാത ഇറങ്ങേണ്ടതുണ്ട്. ഇത്രയും വിളിച്ചിട്ടും അയാൾ മടങ്ങി വരാത്തതിനെ തുടർന്ന് അവരുടെ മനസ്സിലേക്ക് ഒരു ഭയം ഉടലെടുത്തു. വനത്തിൽ മറഞ്ഞിരിക്കുന്ന ഏതോ ഒരു ദുഷ്ടശക്തി അല്ലെങ്കിൽ വന്യമൃഗം പുട്ടറട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അയാളെ തിരക്കി ആ കുളത്തിനരികിലേക്ക് പോകുവാൻ ബാക്കിയുള്ളവർ തയ്യാറായില്ല. അവർക്കെല്ലാം ഭയമായിരുന്നു. പിന്നെ അല്പസമയം പോലും അവിടെ ചെലവഴിക്കുവാൻ അവരാരും തന്നെ തയ്യാറായില്ല. അവരുടെ കൈവശമുണ്ടായിരുന്ന ചാട്ടവാറ് കൊണ്ട് കാളകളെ അടിച്ച് വേഗത്തിൽ അവിടെ നിന്ന് പാഞ്ഞുപോയി. പുട്ടറെഡ്ഡിയുടെ കാളകൾ മാത്രം അദ്ദേഹത്തിന്റെ വരവും കാത്ത് അവിടെ നിന്നു. ഇനിയും ഒരിക്കലും അയാൾ ഇവിടേക്ക് തിരികെ വരില്ല എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കണം കാളകളും അവിടെ നിന്ന് സ്ഥലം വിട്ടത്. രാവിലെ ഏകദേശം 4 മണി ആയതോടെ രംഗപ്പേട്ട് ഗ്രാമത്തിൽ ആ കാളകളും വന്നു ചേർന്നു. അങ്ങനെ ഒരാൾ കൂടി അവിടെ നിന്നും കാണാതായി. കോതങ്കറെഡ്ഡി കാണാതായതുപോലെ തന്നെ പുട്ടറെഡ്ഡിയെയും കാണാതായിരിക്കുന്നു. പിന്നെ 2-3 മാസങ്ങൾക്ക് ശേഷം 3ാമത്തെയും 4ാമത്തെയും ആളെയും കാണാതായി. അതും ആദ്യത്തെ സംഭവങ്ങളിലെ ഇരകളെ കാണാതായതുപോലെ തന്നെ യാതൊരു തെളിവുകളും ഉണ്ടായില്ല. അങ്ങനെ 3ാമത്തെയും 4ാമത്തെയും കൊലപാതക പരമ്പരകൾ കൂടി അവിടെ അരങ്ങേറിയപ്പോൾ അവിടെയുള്ള അയൽ ഗ്രാമങ്ങളിലെ ആളുകൾ വിശ്വസിച്ചത് ഇവിടെയുള്ള വനത്തിലെ ഏതോ ദുഷ്ടശക്തി മറഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ്. ഇനിയും അവന്റെ 3ാമത്തെ ഇര ആരാണെന്ന് പറയാം. ഒരു കച്ചവടക്കാരനായിരുന്നു. രംഗപ്പേട്ട എന്ന ഗ്രാമത്തിൽ നിന്നും 13 മൈലുകൾക്കപ്പുറമുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് സാധനങ്ങൾ വിൽക്കുവാൻ വേണ്ടി അദ്ദേഹം പോയതായിരുന്നു. അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല അവിടേക്ക് യാത്ര പോയത്. അയാൾക്കൊപ്പം അയാളുടെ പ്രിയപ്പെട്ട 3 കഴുതകളും ഉണ്ടായിരുന്നു. അതിന് പുറത്താണ് അയാൾ സാധനങ്ങൾ വെച്ച് കെട്ടിയിരുന്നതും. അങ്ങനെ വനപാതയിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അവസാനം അയാൾ എത്തിച്ചേർന്നത് നമ്മൾ മുന്നേ പറഞ്ഞ പുലിബാനു എന്ന സ്ഥലത്തായിരുന്നു. അതിന് 7ാമത്തെ മയിൽക്കുറ്റിയുടെ അരികിലെത്തിയപ്പോൾ അതിനരികിലുണ്ടായിരുന്ന ഒരു കിണറ്റിലേക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി പോയതായിരുന്നു അയാൾ. കിണറ്റിന്റെ അരികിലേക്ക് എത്തിയ അയാൾക്ക് അവിടെ തൊട്ടിയും കയറും ഒന്നും കാണുവാൻ സാധിച്ചില്ല. അയാളുടെ കൈവശം തൊട്ടിയും കയറും ഒന്നും ഇല്ലതാനും. അയാൾ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചു. അപ്പോഴാണ് ഒരു മുളവെട്ടുകാരനെ അയാൾ കണ്ടത്. അയാളോട് സഹായം ചോദിച്ചു. മുളവെട്ടുകാരൻ തന്റെ പക്കലുണ്ടായിരുന്ന വെള്ളം കൊടുത്ത് ഈ കച്ചവടക്കാരനെ സഹായിച്ചു. സന്തോഷവനായി കച്ചവടക്കാരൻ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു. എന്നാൽ പിറ്റേന്ന് നടന്നത് മറ്റൊന്നായിരുന്നു. അതുവഴി നടന്നുപോയ വഴിയാത്രക്കാർ കണ്ടത് 3 കഴുതകൾ ധാന്യങ്ങൾ ചുമന്നുകൊണ്ടുള്ള പാണ്ടക്കെട്ടുകളുമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കാഴ്ചയായിരുന്നു. അയാൾക്കൊപ്പം പോയ കച്ചവടക്കാരനെ കാണാനുമില്ല. എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് ആർക്കും ഒരു പിടുത്തവും കിട്ടിയില്ല. യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ 3ാമത്തെ ഇരയും അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. പിന്നീട് നടന്നത് 4ാമത്തെ ആക്രമണമാണ്. അതായത് 4ാമത്തെ ഇര. അത് വേറെ ആരുമായിരുന്നില്ല. നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, കച്ചവടക്കാരന് കുടിക്കുവാൻ വെള്ളം കൊടുത്ത് സഹായിച്ചു എന്ന് പറയുന്ന ഒരു മുളവെട്ടുകാരൻ. അയാളായിരുന്നു പിന്നീട് 4ാമതായി കാണാതായത്. പുലിബാനു എന്ന സ്ഥലത്ത് മുള വെട്ടുവാൻ വേണ്ടി കുറച്ച് കരാറുകാർ തമ്പടിച്ചിരുന്നു.
എന്നത്തെ പോലെയും മുളവെട്ടുകാർ അവരുടെ തൊഴിലിൽ ഏർപ്പെട്ടു. ഉച്ചയായതോടെ ആഹാരം കഴിക്കുവാൻ വേണ്ടി നമ്മൾ മുന്നേ പറഞ്ഞ ആ കിണറ്റിന്റെ കരയിലേക്ക് അവർ എത്തിയിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം അവർ വീണ്ടും അവിടെ നിന്ന് പിരിഞ്ഞ് മുള വെട്ടിയെടുക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോയി. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. വൈകുന്നേരമായി. മുള വെട്ടുവാൻ പോയ ആളുകളെല്ലാം തിരികെ അവരുടെ ക്യാമ്പിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ നമ്മൾ മുന്നേ പറഞ്ഞ ആ മുളവെട്ടുകാരൻ മാത്രം അവിടേക്ക് മടങ്ങിയെത്തിയില്ല. ആളുകളുടെ മനസ്സിൽ ആകുലതകൾ വ്യാപിച്ചു. അവർ ഇദ്ദേഹത്തെ തിരക്കി ഇദ്ദേഹം മുളവെട്ടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടേക്ക് എത്തിയ ഇവർക്ക് കാണുവാൻ സാധിച്ചത് അയാളുടെ തലപ്പാവും അയാൾ മുളവെട്ടുവാൻ ഉപയോഗിക്കുന്ന കത്തിയുമായിരുന്നു. അതും ഉപേക്ഷിച്ച നിലയിൽ. അവർ ചുറ്റുപാടും ഒന്ന് പരതി നോക്കി. അയാളെ അവിടെയൊന്നും കാണുവാൻ സാധിച്ചില്ല. എന്നാൽ അവിടെ ഒരു മലപ്പിടുത്തം നടത്തിയതിൻ്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല. ഇയാളെ ഏതെങ്കിലും മൃഗം പിടിച്ചുകൊണ്ട് പോയെങ്കിൽ ആ മൃഗത്തിന്റെ കാൽപ്പാടുകൾ കാണണ്ടേ? അതുമില്ല. ഇനിയും കൊന്നു വലിച്ചിഴച്ചു കൊണ്ടുപോയെന്ന് പറയുവാൻ വലിച്ചിഴച്ച പാടും അവിടെ ഉണ്ടായിരുന്നില്ല. തലപ്പാവ് നിലത്തേക്ക് ഊരി വെച്ച പോലെയാണ് കിടന്നിരുന്നത്. മുളവെട്ടുകാരനെ തിരക്കി അവിടേക്ക് പോയ അവരുടെ മനസ്സിലേക്ക് തീ കോരിയിടുന്ന പോലെ ഭയം ഇരച്ചു കയറുവാൻ തുടങ്ങി. വനത്തിൽ മറഞ്ഞിരിക്കുന്ന ഏതോ ഒരു ദുഷ്ടശക്തി ഇവിടേക്ക് വരുന്ന പല ആളുകളെയും പിടിച്ചുകൊണ്ടു പോകുന്നുണ്ട്. പിന്നീട് അവരാരും തന്നെ തിരികെ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ ശരീരം പോലും കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല. ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ രംഗംപേട്ടിലും അതിനു ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലേക്കും പടർന്നു പിടിച്ചു. ഏതോ ഒരു ഭീകര ശബ്ദം നമ്മുടെ ഗ്രാമങ്ങൾക്കരികിലുള്ള വനത്തിലേക്ക് വന്നെത്തിയിട്ടുണ്ട് എന്ന വാർത്ത അവിടുത്തെ ഗ്രാമീണരുടെ മനസ്സിലേക്ക് ഭയവും ഭീതിയും നിറച്ചു. പേടിച്ച് വിറച്ച അവിടുത്തെ ഗ്രാമീണർ ഈ വിവരം ഫോറസ്റ്റ് ഗാർഡുകളെയും ഫോറസ്റ്റ് ഓഫീസേഴ്സിനെയും അതുപോലെ പോലീസുകാരെയും അറിയിച്ചു. അതുകൂടാതെ ചിറ്റൂരിലെ കളക്ടർ വരെ ഈ വിവരം അറിഞ്ഞു. പോലീസുകാർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും വനത്തിൽ കുടിയേറിയിരിക്കുന്ന ചെകുത്താനെ ഓടിക്കുവാൻ എന്ത് ചെയ്യുവാൻ സാധിക്കും? അവരെ കൊണ്ട് ഒന്നും നടത്തുവാൻ സാധിക്കുകയില്ല. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്തെന്നാൽ അവനെ പ്രീതിപ്പെടുത്തുവാൻ, സന്തോഷിപ്പിക്കുവാൻ ഒരു കുരുതിയാണ്, നരബലിയാണ്. ഗ്രാമങ്ങളിലെ മുതിർന്ന കാരണവന്മാർ വിലയിരുത്തി. ഇതെല്ലാം കേട്ടതും അവിടുത്തെ പോലീസുകാർ വീണ്ടും കൂടുതൽ പരിഭ്രാന്തരായി. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിടുത്തെ ഗ്രാമീണർ സാധാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൃഗബലിയാണ്. ഇത് പ്രത്യേക സാഹചര്യമാണ്. ഇത്രയും പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. അവിടുത്തെ ഗ്രാമീണർ ഒരു നരബലിക്ക് പോലും തുനിഞ്ഞേക്കാം. ഈ ഒരു പേടിയും ഭയവും അവിടുത്തെ പോലീസുകാരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ഇതിനു മുന്നേയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അവർ നരബലിക്കായി തിരഞ്ഞെടുക്കുന്നത് കൊച്ചു കുട്ടികളെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് നടക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന രംഗംപേട്ട് പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമത്തിലെ അറിയപ്പെടുന്ന ഒരു ദുർമന്ത്രവാദിയെ കാണുവാൻ വേണ്ടിയായിരുന്നു. കൃഷ്ണപ്പ റെഡ്ഡി എന്നായിരുന്നു അയാളുടെ പേര്. കോതങ്ക റെഡ്ഡി എന്ന മഹാമാന്ത്രികൻ മരിച്ചതോടെ ഗ്രാമത്തിലെ എല്ലാ തന്ത്രവിധികൾക്കും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇദ്ദേഹമാണ്. അയാളോട് പറഞ്ഞു, നീ കൂടുതൽ വിളച്ചിലെടുക്കല്ലേ. ഇവിടുത്തെ ഏതെങ്കിലും ഒരു കുട്ടിയെ ബലി കഴിക്കുവാൻ എന്തെങ്കിലും പദ്ധതി നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കണം. അങ്ങനെ വല്ലതും ഉണ്ടായാൽ നിന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി ഇടിച്ച് നിന്നെ കെട്ടിത്തൂക്കും. ഈ ഒരു ഭീഷണിയായിരുന്നു കോൺസ്റ്റബിൾ റെഡ്ഡിക്ക് നൽകിയത്. ഒരു പോലീസുകാരൻ വന്ന് തന്നെ വിരട്ടിയിരിക്കുന്നു. അയാൾ ആകെ അസ്വസ്ഥനായി. എൻ്റെ മന്ത്രവാദങ്ങൾക്ക് ഒരു പോലീസുകാരൻ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു. അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു. അയാൾ ഏതു നിലപാടിൽ എത്തിച്ചേർന്നു എന്നും പറയുവാൻ സാധിക്കുന്നില്ല. ചന്ദ്രഗിരി എന്ന ഗ്രാമത്തിൽ നിന്നും താഴ്ന്ന ജാതിക്കാരായ അതിമ എന്ന സ്ത്രീയുടെ 9 വയസ്സ് മാത്രം പ്രായമുള്ള ആദിരാജ് എന്ന ഒരു കുട്ടിയെ കാണാതായി. രംഗംപേട്ടിൽ നിന്നും വെറും 6 കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമായിരുന്നു ചന്ദ്രഗിരി. എല്ലാ ഗ്രാമങ്ങളെ പോലെ തന്നെയും ആ ഗ്രാമത്തിലും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഒരു ചന്ത നടക്കാറുണ്ട്, ഗ്രാമചന്ത. ചന്ത നടന്ന ദിവസം തന്നെയാണ് ആദിരാജിനെ കാണാതായതും. ആ ചന്തയിൽ പങ്കെടുക്കുവാൻ കൃഷ്ണപ്പ റെഡ്ഡിയും വന്നതായി പലരും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഭയം മൂലം അവന്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുവാൻ മടിച്ചു നിന്നു. അവന്റെ അമ്മയോട് അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് ആദിരാജ് ആ ചന്ത കാണുവാൻ വേണ്ടി പോയത്. പിന്നീട് ഒരിക്കലും ആ മാതാവിന്റെ അരികിലേക്ക് അവൻ മടങ്ങിയെത്തിയില്ല. എത്ര പേടിച്ചെങ്കിലും വെള്ളിയാഴ്ചയോടെ തന്റെ മകനെ കാണാതായ വിവരം അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെടുകയായിരുന്നു. സംഭവം അറിഞ്ഞതോടെ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസുകാർ രംഗംപേട്ടിലേക്ക് തിരിച്ചു. അവർ നേരെ ചെന്നത് കൃഷ്ണപ്പ റെഡ്ഡിയുടെ കുടിയിലേക്കായിരുന്നു. അവിടെ അവർ സെർച്ചിന് ഉത്തരവിട്ടു. കുട്ടിയുടെ യാതൊരു അവശിഷ്ടവും അവർക്ക് അവിടെ നിന്ന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. കുട്ടിയുടെ ആന്തരിക അവയവങ്ങളായ കരളോ കിഡ്നിയോ ഒന്നും തന്നെ അയാളുടെ കുടിയിൽ നിന്നും കണ്ടെത്തുവാൻ അവർക്കാർക്കും സാധിച്ചില്ല. ഇങ്ങനെയുള്ള നരബലികൾക്ക്
മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളായിരിക്കും ഉപയോഗിക്കാറ്. അവിടെ മൊത്തവും തിരിഞ്ഞിട്ടും ഒന്നും കിട്ടാത്തതിനെ തുടർന്ന് സബ് ഇൻസ്പെക്ടർ രോക്ഷാകുലനായി. അയാൾക്ക് കലി അടക്കുവാൻ കഴിഞ്ഞില്ല. കൃഷ്ണപ്പ റെഡ്ഡിയെ അയാൾ പിടിച്ചു വലിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടിട്ടു. ഏകദേശം ഒരാഴ്ചയോളം അയാളെ ലോക്കപ്പിലിട്ടു, ചോദ്യം ചെയ്തു. എന്നാൽ അയാൾക്ക് കുട്ടിയെ പറ്റിയുള്ള യാതൊരു വിവരവും നൽകുവാൻ തയ്യാറായില്ലെന്നല്ല, അയാൾക്ക് അറിയില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. തെളിവുകളൊന്നും തന്നെ കൃഷ്ണപ്പ റെഡ്ഡിക്ക് എതിരായിരുന്നില്ല. കാരണം കുട്ടിയെയും അയാളെയും ഒരുമിച്ച് കണ്ടതായി സാക്ഷി പറയുവാൻ ആരും തന്നെ തയ്യാറായില്ല. അങ്ങനെ ഒരാഴ്ചയ്ക്കപ്പുറം അയാളെ സബ് ഇൻസ്പെക്ടർ വെറുതെ വിട്ടു. ജയിൽ മോചിതനായ കൃഷ്ണപ്പ റെഡ്ഡി സബ് ഇൻസ്പെക്ടറിന്റെ അരികിലേക്ക് നടന്നു വന്നു. അയാളോട് ഒരു കാര്യം പറഞ്ഞു. കുറുക്കൻ സൂത്രശാലിയാണ്. ഒരു കുറുനരിക്ക് അവനെ മറികടക്കുവാനാകും. സബ് ഇൻസ്പെക്ടർക്ക് ഒന്നും മനസ്സിലായില്ല. അയാൾ ആഴ്ചകളോളം ഇയാൾ പറഞ്ഞതിൻ്റെ പൊരുൾ അന്വേഷിച്ച് നടന്നു. എന്നാൽ ഒന്നും തന്നെ ലഭിച്ചതുമില്ല. എന്നാൽ ആ പാപം 9 വയസ്സുകാരൻ ആദിരാജിന് എന്താണ് സംഭവിച്ചതെന്ന് മാത്രം ആർക്കും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ വനത്തിൽ മറഞ്ഞിരിക്കുന്ന ആ ദുഷ്ടരാക്ഷസൻ അവനെ കൊണ്ടുപോയേക്കാം. അല്ലെങ്കിൽ കൃഷ്ണപ്പ റെഡ്ഡി ആഭിചാരക്രിയകൾക്ക് ഉപയോഗിച്ചിരിക്കാം. രണ്ടിനും തെളിവുകളൊന്നും തന്നെയില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുറുക്കൻ സൂത്രശാലിയാണ്. ഒരു കുറുനരിക്ക് അവനെ മറികടക്കുവാനാകുമോ? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇനിയും കൃഷ്ണപ്പ റെഡ്ഡി ആയിരിക്കുമോ ആദിരാജിനെ കൊലപ്പെടുത്തിയിരിക്കുക? അതോ വനത്തിൽ മറഞ്ഞിരിക്കുന്ന ആ രാക്ഷസനായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ സംഭവങ്ങൾക്ക് ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് കാണണം. നമ്മുടെ കണക്ക് പ്രകാരം 5ാമത്തെ ഇര അപ്രത്യക്ഷമായിരിക്കുന്നു. ആ കുട്ടിയെ ഇരയായിട്ട് കൂട്ടുന്നില്ല. കാരണം അവൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആർക്കും പറയുവാൻ കഴിയാത്തത് കൊണ്ടാണ് 5ാമത്തെ ഇര തൊട്ട് തുടങ്ങുന്നത്. ഇത്തവണ അവൻ ഇരയായി തീർന്നത് ഒരു സ്ത്രീ ആയിരുന്നു. ഇത്തവണ അവന്റെ ക്രൂരതയ്ക്ക് ഇരയായി തീർന്നത് ഒരു സ്ത്രീ ആയിരുന്നു. രംഗംപേട്ടയിൽ നിന്നും പുലിബാനുവിലേക്ക് പോകുന്ന വഴിയായിരുന്നു സംഭവം നടന്നത്. അവിടേക്ക് പോകുന്ന വഴിയിൽ രാഗി മൻകൊനാർ എന്ന ഒരു ചെറിയ അരുവിയുണ്ട്. അതിനരികിൽ വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത്. ഗ്രാമത്തിൽ നിന്നും ഏകദേശം 3 മൈൽ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. രാവിലെ അവരുടെ കുടിലിൽ നിന്നും അവരുടെ ഭർത്താവ് കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി വനത്തിനുള്ളിലേക്ക് പോയിരിക്കുകയായിരുന്നു. അയാൾക്കുള്ള ഉച്ചഭക്ഷണമായി പോകുന്ന വഴിയാണ് വെൻകിട്ടമ്മ എന്ന ഈ സ്ത്രീയെ അവൻ ആക്രമിച്ചത്, അല്ലെങ്കിൽ കാണാതായത്. നമ്മൾ മുന്നേ പറഞ്ഞ ആ ചെറിയ അരുവിയുടെ അരികിലേക്കായിരുന്നു അവൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ പോകുന്ന വഴിയാണ് അവളെ കാണാതായത്. അവളുടെ വരവും കാത്ത് അവളുടെ ഭർത്താവ് ആ അരുവിയുടെ കരയിൽ അക്ഷമനായി കൊടിയ വിശപ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ കാത്തിരിക്കുകയായിരുന്നു. അയാൾ വല്ലാതെ മുറുമുറുക്കുന്നുണ്ട്. അവളിങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം, അവളെ പുലിവാറിനടിക്കണം എന്നൊക്കെ അയാൾ പുലമ്പുന്നുണ്ടായിരുന്നു. ഏറെ സമയം അവിടെ കാത്തിരുന്നിട്ടും അയാളുടെ ഭാര്യ അവിടേക്ക് വരാത്തതിൽ കോപിഷ്ഠനായി കൊടിയ വിശപ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് കന്നുകാലികളെ തെളിച്ചുകൊണ്ട് നേരത്തെ തന്നെ അയാൾ ഗ്രാമത്തിലെ അയാളുടെ വീട്ടിലേക്ക് മടങ്ങി. അയാൾ തൻ്റെ വീട്ടിലേക്ക് എത്തിയ സമയം അയാളുടെ മകൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അമ്മ എന്നും ഇറങ്ങുന്നത് പോലെ തന്നെ അച്ഛനുള്ള ഭക്ഷണവുമായി നേരത്തെ തന്നെ ഇവിടുന്ന് പോയി എന്ന് അയാളോട് പറഞ്ഞു. തൻ്റെ വിശപ്പ് തന്നെ അന്ധനാക്കിയിരുന്നു. തൻ്റെ ഭാര്യയെ തല്ലുവാനും വഴക്കു പറയുവാനും വേണ്ടിയാണ് അത്യധികം ആവശ്യത്തോടെ അയാൾ ഇവിടേക്ക് കുതിച്ചോടിയെത്തിയത്. എന്നാൽ കടുത്ത നിരാശ മാത്രമായിരുന്നു അവിടെ നിന്നും അയാൾക്ക് ലഭിച്ചത്. അയാൾ തൻ്റെ ഭാര്യ പോകുവാനിടയുള്ള വഴികളിലൂടെയെല്ലാം നടന്ന് അവളെ തേടി നടന്നു. എന്നിട്ടൊന്നും അവളെ കണ്ടെത്തുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കുറച്ചു ദിവസം നീണ്ടുനിന്ന അയാളുടെ തെരച്ചിലിനൊടുവിൽ ആ ഇടയന് തൻ്റെ ഭാര്യ തനിക്ക് കൊണ്ടുവരുന്ന തട്ടം കണ്ടെത്തുവാൻ സാധിച്ചു. അദ്ദേഹം അരുവിയുടെ കരയിലുണ്ടായിരുന്ന വലിയ മരത്തിൻ്റെ ചുവട്ടിൽ കാത്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? ആ മരത്തിൽ നിന്നും ഏകദേശം 1/2 മൈൽ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു പാതയിലെത്തിച്ചേരും. ആ പാതയ്ക്ക് സമീപത്ത് നിന്നുമാണ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ ഒരു ചോറ്റുപാത്രം അയാൾ കണ്ടുകിട്ടുന്നത്. അത് തൻ്റെ ഭാര്യ തനിക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന പാത്രമാണെന്ന് അയാൾ തിരിച്ചറിയുകയുണ്ടായി. എന്നാൽ വെങ്കിട്ടയമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മാത്രം കണ്ടെത്തുവാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനൊരു തെളിവുകളും അവിടെ അവശേഷിച്ചതുമില്ല. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം നാഗ്പട്ടയിലെ ഫോറസ്റ്റ് ക്യാമ്പിൽ എൻ്റെ ഒരു ഇന്ത്യക്കാരനായ സുഹൃത്തിൻ്റെ കൂടെ ഞാൻ അവിടെ എത്തിച്ചേർന്നു. ഒരാഴ്ചക്കാലം അവരോടൊപ്പം ആ ക്യാമ്പിൽ താമസിക്കുവാൻ വേണ്ടിയാണ് ഞാൻ അവിടെ എത്തിയത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ സുഹൃത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ പേര് ദേവസുന്ദരം എന്നായിരുന്നു. ഒരു ചെറിയ വേട്ടയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ക്യാമ്പിലേക്ക് എത്തിയത്. എൻ്റെ റൈഫിലും മറ്റു വേട്ട ആയുധങ്ങളും ഞാൻ എടുത്തു വെച്ചിരുന്നു. എന്നാൽ മറ്റൊരു കാരണം കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിപ്പെട്ടത്. അതെന്താണെന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. എൻ്റെ കൂടെ വന്ന ദേവസുന്ദരം എന്ന ആൾക്ക്
വില്ലൻ ചുമ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ വില്ലൻ ചുമ വരുന്നത് കുട്ടികൾക്കാണ്. കുട്ടികളിൽ നിന്നും അപൂർവമായി മാത്രമേ വലിയവരിലേക്ക് അത് പകരുകയുള്ളൂ. അങ്ങനെ കുട്ടിയിൽ നിന്നും പകർന്നതാണ് ഇദ്ദേഹത്തിനും ഈ വില്ലൻ ചുമ. എത്ര മരുന്ന് കഴിച്ചിട്ടും ആ ചുമയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നടക്കുന്നതിന് മുന്നേ ഞാൻ ദേവിനെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അകത്തു നിന്നും ദേവ് ഇവിടേക്ക് വരണ്ട എന്ന രീതിയിൽ കൈ കാണിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് വില്ലൻ ചുമ ഉള്ളതുകൊണ്ടാണ്. അത് എനിക്കും പകർന്നാലോ എന്ന ഭയം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി കാണണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ വാതിലിനരികിലേക്ക് വന്ന് എന്താണ് കാര്യമെന്ന് എന്നോട് വിശദമായി പറഞ്ഞു. എൻ്റെ മക്കളായ ഡൊണാൾഡിനും ജൂണിനും ഒരിക്കൽ ഈ വില്ലൻ ചുമ വന്നതാണ്. അവർക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. എത്ര മരുന്ന് കൊടുത്തിട്ടും അവരുടെ ചുമയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ല. ഈ സമയത്ത് ഞാൻ നാഗപട്ടണയിലേക്ക് ഒരു ഹണ്ടിങ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഒരു നേഴ്സായ എൻ്റെ ഭാര്യ എന്നോട് ഒരു ഉപദേശം പങ്കുവച്ചു. അത് മറ്റൊന്നുമായിരുന്നില്ല, ആ ട്രിപ്പിൽ അവരും പങ്കുചേരുന്നു എന്ന വാർത്തയായിരുന്നു. അതായത് എൻ്റെ ഭാര്യയും 2 മക്കളും. നാഗപട്ടണയിലെ കാലാവസ്ഥ എന്നത് വരണ്ട കാലാവസ്ഥയായിരുന്നു ആ സമയം. ഒരു പക്ഷേ കുട്ടികളെയും കൊണ്ട് നാഗപട്ടണയിലെ ആ വരണ്ട ചൂടുള്ള കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ ഇവരുടെ ചുമ പെട്ടെന്ന് പോയേക്കാം. അതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ട്രിപ്പിൽ ഞാൻ അവരെയും കൂട്ടിയിരുന്നു. അത്ഭുതമെന്ന് തന്നെ പറയണം. നാഗ്പട്നയിൽ എത്തിച്ചേർന്ന് വെറും 48 മണിക്കൂർ കൊണ്ട് തന്നെ അവരുടെ ചുമ വല്ലാതെ കുറഞ്ഞതായി എനിക്ക് കാണുവാൻ സാധിച്ചു. എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞ ഈ സംഭവം ഞാൻ ദേവസുന്ദരത്തിൻ്റെ ഭാര്യയുമായി പങ്കുവച്ചു. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് വീടിനകത്തിരുന്ന ദേവസുന്ദരം പെട്ടെന്ന് പുറത്തേക്ക് ചാടി വന്നു. ഇനിയും ഒട്ടും സമയം പാഴാക്കണ്ട, നമുക്കെന്നാൽ വേഗം നാഗപട്ടണയിലേക്ക് പോകാം. വനത്തെയും പ്രകൃതിയെയും വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ് അയാൾ. അതുകൊണ്ട് തന്നെ ഈ യാത്ര അയാൾക്ക് നല്ല മാറ്റങ്ങൾ വരുത്തുമെന്ന് എനിക്കും ഉറപ്പായിരുന്നു. പിന്നെ 2-3 ദിവസങ്ങൾക്കപ്പുറം ഞാനും അദ്ദേഹവുമായി എൻ്റെ കാറിൽ നാഗപട്ടണയിലേക്ക് തിരിച്ചു. രാവിലെയുള്ള തണുത്ത കാറ്റ് അദ്ദേഹത്തിന് കൂടുതൽ ചുമ ഉണ്ടാക്കിയേക്കാം. അത് തടയുവാൻ വേണ്ടി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് കാലാവസ്ഥയൊന്ന് മാറിയതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. എൻ്റെ ഫോർഡ് കാർ ഏറെ ദൂരം സഞ്ചരിക്കുന്നതിന് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിർത്തി റേഡിയേറ്റർ തണുപ്പിക്കുന്നതിനും വെള്ളം ഒഴിക്കുന്നതിനും വേണ്ടിയും അതുപോലെ ലഞ്ച് കഴിക്കുന്നതിനും വേണ്ടിയും പലയിടങ്ങളിലും നിർത്തേണ്ടതായി വന്നു. അങ്ങനെ ഏകദേശം 4 മണി കഴിഞ്ഞതോടെയാണ് ഞങ്ങൾ നാഗപട്ടണയിലെ ഫോറസ്റ്റ് ബംഗ്ലാവിൽ എത്തിച്ചേർന്നത്. ഞങ്ങളുടെ യാത്രയിൽ ചിറ്റൂർ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചുമയിലുണ്ടായ മാറ്റം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ ഒറ്റമൂലി ഫലം കണ്ടു തുടങ്ങിയെന്ന ഒരാശ്വാസവും അതെനിക്ക് ഏകിയിരുന്നു. അന്നത്തെ രാത്രി ഞങ്ങൾ ആ ഫോറസ്റ്റ് ബംഗ്ലാവിലായിരുന്നുവല്ലോ കഴിച്ചു കൂട്ടിയത്. അന്നത്തെ അത്താഴം ബംഗ്ലാവിൻ്റെ വരാന്തയിലിരുന്നാണ് കഴിച്ചത്. അതും കത്തിച്ചു വെച്ച റാന്തലിൻ്റെ വെളിച്ചത്തിൽ. അവിടെ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ്. അദ്ദേഹവുമായി ഞങ്ങളങ്ങനെ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് ഇവിടുത്തെ വിശേഷങ്ങൾ ആരാഞ്ഞു. വേഗം തന്നെ ആവേശത്തോടെ അയാൾ അവിടെ നടന്ന സംഭവങ്ങൾ എന്നുമായി പങ്കുവച്ചു. നല്ലപോലെ വിവരിച്ചു തന്നു. അവിടുന്ന് കാണാതായ 5 പേരുടെ കഥയും അതുപോലെ വനത്തിലെ രാക്ഷസന്റെ കഥയുമായിരുന്നു അയാൾ എന്നോട് പറഞ്ഞത്. അത് പറയുമ്പോൾ തികഞ്ഞ ആവേശത്തിലായിരുന്നു അയാൾ. അതെല്ലാം പറയുമ്പോഴും ദുരാചാരത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അതുപോലെ അയാളുടെ കെട്ടുകഥകളും അതിൽ ഉൾപ്പെടുത്തുവാൻ അയാൾ മറന്നില്ല. ഞങ്ങൾ ആ കഥയെല്ലാം കേട്ട് നല്ലപോലെ രസിച്ചു. അങ്ങനെ ആ കഥകളെല്ലാം കേട്ട് രസിച്ചിരിക്കുന്ന സമയമാണ് അങ്ങ് വനത്തിനുള്ളിൽ കുന്നിൻ്റെ മുകളിൽ നിന്നും ഒരു പുള്ളിപ്പുലിയുടെ ഉഗ്രമായ ഗർജനം കേൾക്കുവാൻ ഇടയായത്. അങ്ങനെ അല്പസമയം വരാന്തയിൽ ഞങ്ങൾ ചെലവഴിച്ച ശേഷം ഉറങ്ങുവാൻ വേണ്ടി ബംഗ്ലാവിനകത്തെ മുറികളിലേക്ക് മടങ്ങി. നേരം എത്ര ഇരുട്ടിയിട്ടും ഉറങ്ങുവാൻ മാത്രം സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, തട്ടിൻ മുകളിലെ എലി അവിടേക്കും ഇവിടേക്കും ഓടി വല്ലാതെ ശബ്ദമുണ്ടാക്കുന്നു. അവയുടെ ശബ്ദം കാരണം ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. കട്ടിലിൽ നിന്നും കടക്കി എടുത്തുകൊണ്ട് ഞങ്ങൾ വരാന്തയിലേക്ക് പോയി. വരാന്തയിൽ സുഖമായി കടന്നുറങ്ങുവാൻ വേണ്ടി. വരാന്തയിൽ കിടന്നുറങ്ങിയ ഞങ്ങളെ വിളിച്ചുണർത്തിയത് വനത്തിൻ്റെ ശബ്ദമായിരുന്നു. കാട്ടുകൂടികളുടെയും മാനുകളുടെയും മയിലുകളുടെയും മറ്റ് വന്യജീവികളുടെയും പക്ഷികളുടെയും അവരുടെ മനോഹരമായ ശബ്ദം, പ്രകൃതി ഉണർന്നതിൻ്റെ അടയാളം. ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ചപ്പാത്തിയും റൊട്ടിയും ഞങ്ങൾ കഴിച്ചു. അതിൻ്റെ കൂടെ ദേവ് അസലൊരു കോഫിയും ഇട്ട് തന്നിരുന്നു. പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വനത്തിലേക്ക് ഒന്ന് നടക്കുവാൻ ഇറങ്ങി. വനത്തിലൂടെയുള്ള കുറച്ചു നേരത്തെ നടത്ത ഞങ്ങളെ കൊണ്ട് അവസാനിച്ചത് നമ്മൾ മുന്നേ പറഞ്ഞ ആ സ്ത്രീയെ കാണാതായ രാഗി മൺകൂണ എന്ന അരുവിയുടെ തീരത്തേക്കായിരുന്നു.
ആ സ്ത്രീയെ കാണാതായ സ്ഥലം മുഴുവൻ ഞാൻ അന്വേഷിച്ചു. എൻ്റെ നിഗമനപ്രകാരം അവരെ കൊണ്ടുപോയിരിക്കുന്നത് ഏതെങ്കിലും കടുവയോ പുലിയോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാലടയാളങ്ങൾ ഇതിനരികിൽ നിന്നും കിട്ടാതിരിക്കില്ല എന്നതായിരുന്നു എൻ്റെ ചിന്ത. എന്നാൽ എൻ്റെ ചിന്തയ്ക്കും അപ്പുറമായിരുന്നു അവിടെ സംഭവിച്ചത്. അതിനെപ്പറ്റിയുള്ള യാതൊരു തെളിവുകളും എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. തെളിവുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് നടന്നു. അവിടെ മുഴുവൻ പരതി. തലേന്ന് രാത്രിയിൽ ഈ ഭാഗത്തേക്ക് ഏതൊക്കെ മൃഗങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുവാനായിരുന്നു ഞങ്ങൾ പിന്നീട് നടത്തിയ തിരച്ചിൽ. എന്നാൽ അവിടെ നടത്തിയ തിരച്ചിലിൽ ഞങ്ങൾക്ക് കാണുവാനായത് ഒരു പുള്ളിപ്പുലിയുടെ കാൽപ്പാടും അതുപോലെ മരത്തിനരികിൽ പതിഞ്ഞിരിക്കുന്ന ഒരു വലിയ കരടിയുടെ കാൽപ്പാടും അതിൻ്റെ കുഞ്ഞുങ്ങളുടെ കാൽപ്പാടുമായിരുന്നു. ഇവ മാത്രമായിരുന്നു ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചാൽ അല്ല. മ്ലാവും മാനും മയിലുകളും കാട്ടുപന്നികളും മറ്റു ജീവികളും ഇവിടേക്ക് വന്നതിൻ്റെ കാൽപ്പാടുകളും വളരെ വ്യക്തമായി അരുവിയുടെ തീരത്തെ നനഞ്ഞ മണ്ണിൽ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അല്പസമയത്തെ അവിടുത്തെ പരതലിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ തിരികെ ഗ്രാമത്തിലേക്ക് പോയി, രംഗംപേട്ട് ഗ്രാമത്തിലേക്ക്. എനിക്ക് ഈ ഗ്രാമത്തിൽ ഒരു പഴയ സുഹൃത്തുണ്ടായിരുന്നു, ഇവിടുത്തെ ഗ്രാമത്തലവൻ. അദ്ദേഹത്തെ പോയി ഞാൻ കണ്ടു. അവിടുത്തെ നടന്ന സംഭവങ്ങൾ ഞാൻ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കി. അയാൾ പറഞ്ഞത് പ്രകാരം വനത്തിനുള്ളിൽ ഏതോ ദുഷ്ടശക്തി അല്ലെങ്കിൽ ചെകുത്താൻ, പിശാച് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. ആ പിശാച് വളരെ സൂത്രശാലിയാണ്. ഒരിക്കലും നിങ്ങളുടെ മുന്നിലേക്ക് അവൻ കടന്നു വരില്ല, പ്രത്യേകിച്ച് തോക്ക് കൈവശമുള്ളപ്പോൾ. ഇനിയിപ്പോൾ അവനെ തിരക്കി നിങ്ങൾ വനത്തിലേക്ക് പോകുകയാണെങ്കിലും ഒരിക്കലും അവനെ കണ്ടെത്തുവാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ വനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവൻ ഒരുപക്ഷെ മാനായോ മയിലായോ ചെറുവണ്ടായോ രൂപം പ്രാപിച്ച് മാഞ്ഞു പോയേക്കാം. നിങ്ങൾ ഇങ്ങനെ അന്ധവിശ്വാസം പറഞ്ഞ് പരത്തരുതെന്ന് ഞാൻ അയാൾക്ക് ഉപദേശം നൽകി. അത് ചിലപ്പോൾ വല്ല പുലിയോ കടുവയോ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അയാളുടെ മുഖത്ത് അപ്പോൾ ഉണ്ടായിരുന്നത് ഒരു പുച്ഛമായിരുന്നു. അതിനുശേഷം അയാൾ പറഞ്ഞു, നരഭോജിയായ കടുവയുമായി ഞാൻ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം അതിനെ നേരിട്ട കഥ ഞാനുമായി പങ്കുവച്ചു. ഉമ്പൽമേലിലെ ചെങ്കുത്തായ മലയുടെ മുകളിൽ മരം വെട്ടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു ആ രാക്ഷസൻ അയാൾക്ക് മുന്നിലേക്ക് കടന്നു വന്നത്. ഓർക്കാപ്പുറത്ത് കടുവ തൻ്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ട് തന്നെ ആക്രമിക്കുവാൻ തുടങ്ങിയ സമയം തൻ്റെ കയ്യിൽ കാത്തുവച്ചിരുന്ന മഴുവെടുത്ത് അതിന് നേരെ എറിഞ്ഞു. അയാളുടെ ഭാഗ്യത്തിന് ആ മഴുവിൻ്റെ മൂർച്ചയേറിയ ഭാഗം വന്ന് തറച്ചു കയറിയത് അതിൻ്റെ കണ്ണുകൾക്കിടയിലേക്കായിരുന്നു. അതിൻ്റെ മൂർച്ചയേറിയ ഭാഗം കടുവയുടെ തലയിൽ പരിക്കേൽപ്പിച്ചു. എൻ്റെ ഭാഗ്യത്തിന് കടുവ ഭയപ്പെട്ട് കാട്ടിലേക്ക് ഓടിയെന്നും ഞാൻ ഇപ്പോഴും ഭാഗ്യത്തിന് ജീവനോടെ ഉണ്ടെന്നും ഇതിലും വലിയ തെളിവ് എന്താണ് വേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു. സംഭവത്തിന് പിന്നിൽ അങ്ങ് പറഞ്ഞതുപോലെ കടുവയോ പുലിയോ ഒന്നുമല്ല എന്ന് ഇവിടുത്തെ ആർക്കാണ് അറിയാൻ വയ്യാത്തത്. ഇതിന് പിന്നിൽ മറ്റെന്തോ ശക്തിയാണ്. കടുവയോ പുലിയോ ആണെങ്കിൽ അവരുടെ കാൽപ്പാടുകൾ കാണേണ്ടതല്ലേ? എന്നാൽ ഇവിടെ അങ്ങനെയൊരു കാൽപ്പാടുകൾ കണ്ടെത്തുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇരയെ ആക്രമിക്കുന്ന ഭാഗത്ത് ഇരയെ വലിച്ചിഴച്ചുകൊണ്ട് പോയ പാടും അതിൻ്റെ കാൽപ്പാടും സമീപത്തെങ്കിലും കാണേണ്ടതല്ലേ? അതുമില്ല. ഇനിയിപ്പോൾ പുലിയാണ് പ്രതിയെങ്കിൽ ഇരയെ ഒരുപാട് ദൂരം വലിച്ചഴിച്ചുകൊണ്ട് പോകുവാനും സാധ്യതയില്ല. ഇതിനു പുറമെ ഇവിടെ നിന്ന് കാണാതായ ആരുടെയെങ്കിലും ശരീരം കണ്ടെത്തിയതായി അങ്ങ് എന്തെങ്കിലും വിവരം കേട്ടിട്ടുണ്ടോ? ഇതുവരെ ഇവിടെ നിന്ന് കാണാതായ 5 പേരുടെയും ശരീരം ഇതുവരെയും കണ്ടെത്തുവാൻ ഇവിടുത്തെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. ഇനിയും അങ്ങ് പറ, ഇതിന് പിന്നിൽ കടുവയോ പുലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തിയോ? ഇതൊന്നും പോരാ, മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. കടുവയോ പുലിയോ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, അതിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവയുടെ ഗർജനം എപ്പോഴെങ്കിലും കേൾക്കേണ്ടതല്ലേ? രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമത്തിലൂടെ നടന്നു പോകുന്നതെങ്കിലും ആരെങ്കിലുമൊക്കെ കാണേണ്ടതല്ലേ? ഇതെല്ലാം നമുക്ക് മാറ്റിവെക്കാം. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ സാബ്. കടുവയോ പുലികളോ ആണെങ്കിൽ മിക്കവാറും അവ ഇരയെ പിടിക്കുവാൻ ഇറങ്ങുന്നത് സന്ധ്യ കഴിഞ്ഞാണ്. എന്നാൽ ഇവിടെയോ ഉച്ച കഴിഞ്ഞാണ്. ഇതിൽ നിന്നെല്ലാം സാഹിബ് അങ്ങക്ക് എന്ത് മനസ്സിലായി? തിരോധാനത്തിന് പിന്നിൽ പുലിയോ കടുവയോ ആണോ അതോ മറ്റെന്തെങ്കിലും ജീവിയാണോ? പോകുന്നതാണ് സാർ നല്ലത്. നിങ്ങൾ ഇനിയും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ആ രാക്ഷസന് വരുത്തുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളിൽ ആരെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ 2 പേരെയും അവൻ കൊന്നിരിക്കും. ഗ്രാമത്തലവൻ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു അവിടെ കൂടിയ ജനങ്ങളും പെരുമാറിയത്. മറിച്ചൊന്നും പറയാനില്ലാതെ, തെളിവുകൾ നിരത്താനില്ലാതെ ഞാനും എൻ്റെ സുഹൃത്തും അവിടെ നിന്ന് മടങ്ങി. ഞാനും ദേവും തിരിച്ച് നാഗ്പട്ടണിലേക്ക് പോയപ്പോൾ എൻ്റെ മനസ്സിൽ കടന്ന് മന്ത്രിച്ചത് ആ വൃദ്ധനായ ഗ്രാമത്തലവൻ പറഞ്ഞ ഓരോ വാക്കുകളുമാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരു കാട്ടുപന്നിയെ പോലും വേട്ടയാടിക്കഴിഞ്ഞാൽ അതിൻ്റെ പാടോ അല്ലെങ്കിൽ അതിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാടോ രക്തത്തുള്ളികളോ
അവിടെ കാണേണ്ടതല്ലേ, അല്ലെങ്കിൽ അവശേഷിക്കേണ്ടതല്ലേ? എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ അനുഭവിച്ചത് വെച്ച് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഏത് നരഭോജിയാണ് ഇപ്പോൾ തൻ്റെ കാൽപ്പാടുകളെയും വലിച്ചിടിച്ച പാടുകളെയും രക്തത്തുള്ളികളെയും മറച്ചു വെച്ച് സഞ്ചരിക്കുന്നത്? എങ്കിലും ഒരു കാര്യം എനിക്കറിയാം, അവിടുത്തെ ഗ്രാമീണർ പറയുന്നത് പോലെ ഇതിന് പിന്നിൽ ഒരു ദുഷ്ടശക്തിയുമല്ല. എന്നാൽ ഇതിപ്പോൾ ഏത് ജീവിയാണ്? നാഗപട്ടണയിലെ ബംഗ്ലാവിലെത്തി ഞാനും ദേവും ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു സംസാരിച്ചത്. ക്രമരഹിതമായ ഇടവേളകളിൽ 5 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഓരോ കേസിലും പൊതുവായ ഘടകം എല്ലാ ഇരകളെയും കൊലപാതകം അല്ലെങ്കിൽ കാണാതായിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. പിന്നെയുള്ള മറ്റൊരു പൊതു ഘടകം ഇവരെ കാണാതാകുന്ന സമയത്ത് ഇവർക്കൊപ്പം ആരും തന്നെ ഇല്ല എന്നതാണ്. കോതങ്ക റെഡ്ഡിയുടെ തിരോധാനം ഏറെക്കുറെ ഒരു ഊഹക്കച്ചവടമായിരുന്നു. എന്നാൽ വണ്ടിക്കാരൻ, കച്ചവടക്കാരൻ, മുളവെട്ടുകാരൻ, ഭർത്താവിന് ഭക്ഷണവുമായി കൊണ്ടുപോയ ആ സ്ത്രീ എന്നിവർ തനിച്ചായിരുന്നു. ചെറുകിട വ്യാപാരിയുടെ കാര്യം നമുക്ക് മാറ്റി നിർത്താം. അത് സംഭവിക്കുന്ന സമയത്ത് അയാളുടെ കഴുതകൾ അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. തീർച്ചയായും അവയ്ക്ക് സംസാരശേഷിയില്ല. സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നടന്ന ആക്രമണത്തെപ്പറ്റി അവർ പറഞ്ഞു തന്നേനെ. പിന്നെയുള്ളത് ആ ചെറുകിട കച്ചവടക്കാരൻ്റെ കാര്യം തന്നെയാണ്. ആ കഴുതകളുടെ മുന്നിൽ വെച്ച് അയാളെ ഒരു കടുവ ആക്രമിക്കുകയായിരുന്നെങ്കിൽ ഉറപ്പായും അവർ 4 വഴിക്ക് ചിതറി ഓടിയേനെ. എങ്കിൽ തലേ ദിവസം കണ്ടവർ അവർ ഒരുമിച്ച് നിന്ന് മെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു കടുവ അല്ലെങ്കിൽ പാന്തർ ആക്രമണം അഴിച്ചുവിടുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഭയം സൃഷ്ടിക്കപ്പെടും. എന്നാൽ ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് മടങ്ങുവാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. അപ്പോഴാണ് ഡേവ് എന്നെ വിളിച്ചത്. ജോക്ക്, ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം 28 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അവൻ എന്നെ വിളിക്കുന്നത് ജോക്ക് എന്ന് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ദേവ് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ഇത് കടുവയോ പുലിയോ ആകുവാൻ യാതൊരു സാധ്യതയുമില്ല. ഇനിയിപ്പോൾ മറ്റേതെങ്കിലും ഒരു മൃഗമായിരിക്കുമോ? ഞാൻ പറഞ്ഞു, അതിനൊരു സാധ്യതയുമില്ല. കാരണം ആനകളും കാട്ടുപോത്തുകളുമൊന്നും ഈ വനത്തിലില്ല. ഇനിയിപ്പോൾ ഒരു സാധ്യതയുള്ളത് ഒരു കരടിക്കാണ്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം, കരടി തികച്ചും ഒരു മണ്ടനാണ്. അവൻ യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ തൻ്റെ ഇരയെ കൊന്നിട്ട് പോകില്ല. അതുമാത്രമല്ല, ഒരിക്കലും ഒരു കരടി കൊന്നിടുന്ന ഇരയെ വലിച്ചുകൊണ്ട് പോകാറുമില്ല. ഇരയുടെ ശരീരം അവിടെ തന്നെ ഉപേക്ഷിച്ചു പോകുന്നതാണ് അവന് പതിവ്. പുറപ്പെടുവാൻ വേണ്ടി കാത്തിരുന്ന ദേവിനോട് ഞാൻ പറഞ്ഞു, ഇതിനുള്ള പരിഹാരം കാണാതെ എനിക്കിവിടെ നിന്ന് പോകുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ദേവ്. താങ്കൾക്ക് സാധിക്കുകയാണെങ്കിൽ താങ്കളുടെ പത്നിക്ക് ഒരു 10 ദിവസം കൂടി കഴിഞ്ഞ് വരാൻ പറ്റൂ എന്ന് കത്തെഴുതുവാൻ സാധിക്കുമോ? ആ പ്രത്യേകമായ വിചിത്രമായ ജീവിയെപ്പറ്റി കേട്ടപ്പോൾ തന്നെ ദേവ് അത്യധികം ഉത്സാഹത്തിലായിരുന്നു. അതിൻ്റെ ഉത്സാഹത്തിലായിരിക്കണം അവൻ അവൻ്റെ ചുമ പോലും മറന്നുപോയി. ചുമ പൂർണ്ണമായും ക്ഷമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ദേവ് തൻ്റെ പത്നിക്ക് കത്തെഴുതി. ഞങ്ങൾ വിചാരിച്ചതിലും ഏകദേശം 10 ദിവസം കൂടി താമസിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ കത്തെഴുതിയില്ലെങ്കിലും അവർ കരുതുന്നത് എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അവൻ്റെ ചുമ മാറിയിട്ടില്ല. അത് മാറുവാൻ വേണ്ടിയായിരിക്കണം ഇനിയും 10 ദിവസം കൂടി നീട്ടിയെടുക്കുന്നത്. ഇത് തന്നെ അവർ അനുമാനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഉച്ചതിരിഞ്ഞ് 3 മണിയായി കാണണം. വീണ്ടും ഞങ്ങൾ കാട്ടിലേക്കുള്ള യാത്ര തിരിച്ചു. കടുവയുടെ തെളിവുകൾ തേടിയുള്ള യാത്രയായിരുന്നു അത്. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾക്കൊന്നും തന്നെ കാണുവാൻ സാധിച്ചില്ല. അങ്ങനെ നടന്ന് ഞങ്ങൾ 4ാമത്തെ മയിൽക്കുറ്റിയുടെ സമീപത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് വനത്തിനുള്ളിലേക്ക് വീണ്ടും നടന്നു. ഏകദേശം 2 ഫർലോങ് നടന്നു ചെന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ നരസിംഹ ചെരുവ എന്നറിയപ്പെടുന്ന വെള്ളക്കുഴിക്ക് സമീപത്തേക്കാണ് എത്തിച്ചേർന്നത്. അവിടെ കണ്ട ആ വെള്ളക്കുഴിക്ക് ചുറ്റും ചെളി നിറഞ്ഞ പ്രദേശമായിരുന്നു. ഞങ്ങൾ അവിടെ മുഴുവൻ ആ കടുവയുടെ കാൽപ്പാടുകൾക്ക് വേണ്ടി തിരഞ്ഞു നടന്നു. എന്നാൽ അവിടെയൊന്നും ഞങ്ങൾക്ക് ആ കടുവയുടെ കാൽപ്പാടുകൾ കാണുവാൻ സാധിച്ചില്ല. എന്നാൽ അടുത്തിടെ അവിടേക്ക് വന്ന ഒരു പുലിയുടെ കാൽപ്പാടുകൾ കാണുവാൻ സാധിച്ചു. അതിൻ്റെ കൂടെ നിരവധി മാനുകളുടെയും. ഞങ്ങൾ ഇവിടേക്ക് നടന്നു വന്ന വഴിയിലൂടെ തിരിച്ചു മടങ്ങുന്നതിന് പകരം ഇപ്രാവശ്യം പോയത് കല്യാണി നദിയുടെ തീരത്തുകൂടിയാണ്. അങ്ങനെ കല്യാണി നദിയുടെ തീരത്തുകൂടി നടന്നു പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് മറ്റൊരു പുലിയുടെ കാൽപ്പാടുകൾ കാണുവാൻ സാധിച്ചു. എന്നാൽ നമ്മൾ മുന്നേ പറഞ്ഞ ആ വെള്ളക്കുഴിയുടെ അരികിൽ വെച്ച് കണ്ട കാൽപ്പാടായിരുന്നില്ല ഇത്. ഇത് അത്യാവശ്യം വലിപ്പമേറിയ ഒരു പുലിയുടെ കാൽപ്പാടാണ്. അതിനർത്ഥം ഈ പ്രദേശത്ത് 2 പുലികൾ ഉണ്ടെന്നല്ലേ. ഇനിയും ഇപ്പോൾ ഇവനിൽ ഏതെങ്കിലും ഒരു പുലി ആയിരിക്കുമോ നരഭോജി? എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ കടുവയുടെ കാൽപ്പാടുകളൊന്നും കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല. തലേന്ന് രാത്രിയിൽ ഞങ്ങൾ കേട്ട ആ ഗർജനം ഒരുപക്ഷെ ഇവൻ്റേതായിരിക്കുമോ? നരഭോജിയായ പുലികൾ ഒരിക്കലും കടുവകളെ പോലെയല്ല. കടുവകൾക്ക് നല്ല ആരോഗ്യവും
ശാരീരിക ക്ഷമതയുമാണുള്ളത്. അവൻ ആക്രമിക്കുന്ന ഇരയെ എത്ര ദൂരം വേണമെങ്കിലും വലിച്ചു കൊണ്ടുപോകുവാൻ ഒരു കടുവയ്ക്ക് സാധിക്കും. എന്നാൽ താരതമ്യേന അവയേക്കാൾ ശക്തി കുറഞ്ഞ പുലികൾക്ക് ഒരുപാട് ദൂരം തൻ്റെ ഇരയെ വലിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. അവിടെ വെച്ച് തന്നെ കഴിച്ച് മിച്ചം വരുന്ന ശരീരം കുറ്റിക്കാടിലേക്ക് വലിച്ചിട്ടതിന് ശേഷമായിരിക്കും അവ അവിടുന്ന് സ്ഥലം വിടുക. തിരച്ചിൽ നടത്തി പോകുന്നവർക്ക് വർഷങ്ങളുടെ അനുഭവപരിചയമില്ലെങ്കിലും ഒരു പുലി പിടിച്ചു കൊണ്ടുപോകുന്ന ശരീരം കണ്ടെത്തുവാൻ അവർക്ക് സാധിക്കും. കാരണം പലപ്പോഴും പലയിടങ്ങളിലും പല തെളിവുകളും അവശേഷിപ്പിച്ചാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കടുവയായാലും പുലികളായാലും തൻ്റെ ഇരകളെ ഉപേക്ഷിച്ചു പോകുന്നത്. ഞങ്ങൾ ഇരുവർക്കും നല്ല കൗതുകമേറി. പിറ്റേന്ന് അതിരാവിലെ തന്നെ ഞാനും ദേവും 7 മൈലുകൾ സഞ്ചരിച്ച് പുലിബാനുവിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന മുളവെട്ടുകാരുടെ ക്യാമ്പിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത്. അവിടെ എത്തി ഒരു അന്വേഷണം നടത്തി. യുക്തിസഹജമായ ഒരു വിശദീകരണവും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പകരം കിട്ടിയതാകട്ടെ ദുഷ്ടാത്മാക്കളെയും ദുഷ്ടമൃഗങ്ങളെയും കുറിച്ചുള്ള പല പല കെട്ടുകഥകളും അവ്യക്തവുമായ മറുപടികളായിരുന്നു. അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് വനത്തിൽ ദുരാത്മാക്കളുണ്ടെന്നും ഈ തിരോധാനങ്ങളുടെയെല്ലാം പിന്നിൽ അവരാണെന്നുമാണ്. പുലിബാനുവിൽ നിന്നും 2 പാതകൾ വിഭജിച്ചു പോകുന്നു. ആ 2 പാതകളിലും ഞങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു. അവയിലൊന്ന് കടന്നു പോകുന്നത് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്കാണ്. ഈ പാതയിലൂടെയാണ് നമ്മൾ മുന്നേ പറഞ്ഞ ഒരു ചെറുകിട വ്യാപാരി ഉണ്ടല്ലോ കാണാതായത്, തൻ്റെ കഴുതുകളെ നയിച്ചു കൊണ്ടുപോയത്. പിന്നെ വടക്ക് കിഴക്കായി ശാഖകളുള്ള മറ്റൊരു പാതയുണ്ട്. അത് പോകുന്നത് ഗുണ്ടൽപെൻഡ എന്നറിയപ്പെടുന്ന പാറകൾ കൂട്ടമായി നിൽക്കുന്ന താഴ്വരയിലുള്ള ഉമ്പൽമേരു എന്നറിയപ്പെടുന്ന ഒരു കുളത്തിനരികിലേക്കാണ് കടന്നു പോകുന്നത്. ഈ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ മുന്നേ പറഞ്ഞ കോതങ്ക റെഡ്ഡി എന്ന ആ മാന്ത്രികൻ അപ്രത്യക്ഷമായത്, അല്ലെങ്കിൽ കൊലപ്പെട്ടത്. ഈ 2 പാതകളിലൂടെയും ഞങ്ങൾ തിരക്കി ഏകദേശം 1 മൈലോളം സഞ്ചരിച്ചിരുന്നു. എന്നാൽ നമ്മൾ മുന്നേ പറഞ്ഞ ശാഖയുള്ള ആ പാതയിലൂടെ സഞ്ചരിച്ചപ്പോൾ അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് ഒരു കാഴ്ച കാണുവാൻ ഇടയായി. അതെന്താണെന്ന് അറിയണം? അത് ഒരു കടുവയുടെ കാൽപ്പാടായിരുന്നു. എന്നാൽ നിരാശപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ ഇത് ദിവസങ്ങളുടെ പഴക്കമുള്ള ഒരു കാൽപ്പാടായിരുന്നു ഞങ്ങൾ കണ്ടത് എന്നതാണ്. മറ്റ് 2 പാതകളുടെയും തിരക്കിപ്പോയ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് പുലിയുടെയും കഴുതപ്പുലിയുടെയും കാൽപ്പാടുകൾ മാത്രമായിരുന്നല്ലോ. എന്തായാലും ഞങ്ങളിൽ ഒരു ആശ്വാസം ഉണർത്തിയത് ഇതാണ്. എന്തെന്നാൽ ഈ ഭാഗത്ത് ഒരു കടുവ ഉണ്ട് എന്നത് സത്യമാണ്. അത് തെളിയിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞാൻ സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണ് ദേവ് എന്നോടൊരു കാര്യം ചോദിച്ചത്. ഇനിയും നമ്മൾ അന്വേഷിക്കുന്ന ഈ ദുരാത്മാവ് ഈ കഴുതപ്പുലി എങ്ങാണമാകുമോ? ഞാൻ ദേവിനോട് പറഞ്ഞു, കഴുതപ്പുലികൾ ഒരിക്കലും ഒരു മനുഷ്യനെ ആക്രമിക്കുവാൻ ധൈര്യപ്പെടില്ല. മനുഷ്യന്റെ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓടി അകലുവാനാണ് അവർ നോക്കുന്നത്. ദേവ്, ഇവയുടെ ആഹാര രീതി എന്ന് പറഞ്ഞാൽ കടുവയോ പുലിയോ ആഹരിച്ചിട്ട് മിച്ചം വന്നു പോകുന്ന അവശിഷ്ടങ്ങൾ ഒളിച്ചും പാത്തും അല്ലെങ്കിൽ അവയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് ആഹരിക്കുന്നതാണ്. പിന്നെ മറ്റൊന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ശ്മശാന ഭൂമികൾ കഴുതപ്പുലികൾ കയ്യേറി അവിടെ തുറന്നിടുന്ന ശവശരീരങ്ങൾ കുഴിച്ചെടുത്ത് ആഹരിക്കുന്നതിനെ പറ്റി. പിന്നെ മറ്റൊന്ന് കേട്ടത് മധ്യപ്രദേശിലെ ചില കാടുകൾക്ക് സമീപമുള്ള ഗ്രാമങ്ങളിൽ അവിടുത്തെ പ്രാന്തപ്രദേശങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ തട്ടിയെടുത്തുകൊണ്ടുപോയതിൻ്റെയും കഥകൾ ഞാൻ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യൻ കാടുകളിലുള്ള കഴുതപ്പുലികളെ പറ്റി ഇങ്ങനെയുള്ള വാർത്തകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. അവ ആഹാരമാക്കുന്നത് പക്ഷികളെയോ ഉടുമ്പുകളെയോ പല്ലിവർഗത്തിൽപ്പെട്ട മറ്റേതെങ്കിലും ജീവികളെയൊക്കെയാണ് അവ ആക്രമിക്കുന്നത്. ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ഗ്രാമത്തിലെ ആട്ടിൻകുട്ടികളെ ആക്രമിച്ച പല സംഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ഞാൻ ദേവിനുണ്ടായ ആ സംശയം പരിഹരിച്ചു കൊടുത്തു. അങ്ങനെ തിരച്ചിലെല്ലാം നടത്തി ഞങ്ങൾ ഏകദേശം 18 മൈൽ ദൂരം നടന്നിരുന്നു. ഏകദേശം വൈകിട്ടോടെയാണ്, ഇരുട്ടിക്കഴിഞ്ഞാണ് നാഗപട്ടലയിലെ ബംഗ്ലാവിൽ വന്നു ചേർന്നത്. ക്ഷീണിച്ച് തളർന്ന് വിശന്ന് വലഞ്ഞാണ് ഞങ്ങൾ ബംഗ്ലാവിൽ എത്തിച്ചേർന്നത്. ആഹാരമെല്ലാം കഴിച്ച് ഒരു കുളിയും പാസാക്കി നല്ല പോലെ അന്ന് രാത്രിയിൽ ഞങ്ങൾ ഒന്നുറങ്ങി. പിറ്റേന്ന് കാലത്തെ സൂര്യൻ നല്ല പോലെ വെട്ടിത്തിളങ്ങി ഉദിച്ച സമയത്താണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. 3 ദിവസങ്ങൾക്കപ്പുറം നമ്മൾ മുന്നേ കണ്ട മുളവെട്ടുകാരായ സുഹൃത്തുക്കളിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട വിവരം അറിയുവാൻ സാധിച്ചു. അത് നമ്മൾ കാട്ടുപിശാചിനെ പറ്റിയുള്ള വിവരമായിരുന്നു. പുലിബാനുവിലെ ആ കിണറിന് സമീപത്തുള്ള ക്യാമ്പിലെ മുളവെട്ട് ജോലികൾ അവസാനിച്ചിരിക്കുന്നു. അവിടുത്തെ മുളകൾ പൂർണ്ണമായും അവർ വെട്ടിയെടുത്തിരിക്കുന്നു. അവിടുത്തെ ജോലി അവസാനിച്ചതോടെ മുളകളുടെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കരാറുകാരൻ അവരെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റി. പുലിബാനുവിൽ നിന്നും ഒരു പാത 2ആയി പോകുന്നെന്ന് പറഞ്ഞില്ലേ? വൈ എന്ന അക്ഷരം വെച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ വൈയുടെ വലത്തെ ശാഖ കടന്നു പോകുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ
ഊമ്പൽമേരിലേക്കാണ്. ശ്യാമലാവാല റിസർവ് ഫോറസ്റ്റിന്റെ വടക്ക് കിഴക്കൻ ചെങ്കുത്തായ മലനിരകളുടെ താഴ്ഭാഗമായിരുന്നു ഈ പ്രദേശം. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശം. അവിടെ വെച്ചാണ് ആ പിശാച് അവന്റെ രൂപം വ്യക്തമാക്കിയത്. അവിടുത്തെ ജോലി തുടങ്ങിയ സമയം, അതായത് മുളവെട്ട് തുടങ്ങിയ സമയം. താൻ കുറെ മുളകൾ വെട്ടി ക്ഷീണിച്ചപ്പോൾ അതിലൊരു മുളവെട്ടുകാരൻ ഒന്ന് വിശ്രമിക്കുവാൻ വേണ്ടി അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിന്റെ അരികിലേക്ക് പോയി. അങ്ങനെ അയാൾ ആ വലിയ മരത്തിന്റെ തണലിരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് അശ്രദ്ധമായ അയാളുടെ കണ്ണുകൾ അടുത്തുണ്ടായിരുന്ന ഒരു പാറക്കെട്ടിലേക്ക് പതിച്ചു. അവിടെ അയാൾ അസ്വാഭാവികമായ ഒരു കാഴ്ച കാണുവാൻ ഇടയായി. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു കടുവയുടെ തലയും ഉടലുമായിരുന്നു അത്. ആ കാഴ്ച അയാളുടെ മനസ്സിനെ പ്രകമ്പനം കൊള്ളിച്ചു. ഭയം കൊണ്ട് വിറയ്ക്കുകയും അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ക്യാമ്പിലേക്ക് ഓടുകയും ചെയ്തു. ക്യാമ്പിലേക്ക് ഓടിയെത്തിയ അയാൾ ഒട്ടും സമയം പാഴാക്കാതെ അവിടെ വിസിലടിച്ച് തൻ്റെ കൂട്ടാളികളെ അവിടേക്ക് വിളിച്ചു വരുത്തി. താൻ അവിടെ കണ്ട കാഴ്ച അവരോട് വർണ്ണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ഭയപ്പെടുത്തുന്ന കാഴ്ച കണ്ടത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ അവരുടെ എല്ലാ മനസ്സിലേക്കും ഭയം കുത്തി നിറയ്ക്കുവാൻ അയാൾക്ക് സാധിച്ചു. അത് വിജയം കണ്ടു. അന്നത്തെ രാത്രിയിൽ ഉമ്പൻമേരിലെ ആ ക്യാമ്പിൽ ഉറങ്ങുവാൻ ആ മുളവെട്ടുകാർ ആരും തന്നെ തയ്യാറായില്ല. അവർക്ക് ഉറങ്ങുവാൻ പറ്റത്തില്ലെന്ന് തന്നെ ആ കരാറുകാരനെ വിളിച്ചു പറയുകയും ചെയ്തു. കരാറുകാരനോട് അവർ ആവശ്യപ്പെട്ടത് ഇത് മാത്രമായിരുന്നു: അവർക്കൊരിക്കലും ഉമ്പൻമേരിലെ ഈ ക്യാമ്പിൽ തങ്ങളുടെ ജീവൻ പണയം വെച്ച് കടക്കുവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ദിവസവും ജോലി കഴിഞ്ഞ് ഞങ്ങൾ രംഗംപേട്ടിലേക്ക് പൊക്കോളാം. അവിടെ നിന്ന് രാവിലെ തന്നെ മടങ്ങി ഇവിടേക്ക് വരികയും ജോലി പുനരാരംഭിക്കുകയും ചെയ്തോളാം. എന്നാൽ അവരവിടെ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നം അതായിരുന്നില്ല. എത്ര വേഗത്തിൽ ഇവിടെ നിന്നും രംഗംപേട്ടിലേക്ക് നടന്നാലും ഏകദേശം 2 മണിക്കൂർ കൊണ്ട് മാത്രമേ അവർക്ക് അവിടെ എത്തുവാൻ സാധിക്കുകയുള്ളൂ. തിരിച്ചും അങ്ങനെ തന്നെ. അങ്ങനെ കണക്കുകൂട്ടുകയാണെങ്കിൽ ജോലി സമയം കുറയുമെന്ന് കരാറെടുത്ത കോൺട്രാക്ടർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും പണിക്ക് വെച്ചോളൂ എന്ന് മുളവെട്ടുകാർ പറഞ്ഞിരിക്കണം. കോൺട്രാക്റ്റുകാരൻ അവസാനം അവരുടെ നിബന്ധനകൾക്ക് വഴങ്ങിക്കൊടുത്തു. തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ ഒരു സംഭവം അരങ്ങേറി. നരഭോജിയായ ആ കടുവ തന്റെ മറ നീക്കി പുറത്തു വന്നിരുന്നു. അത്രയും കാലം അവിടുത്തെ ആളുകൾ ചിന്തിച്ചിരുന്നത് പോലെ അതൊരു അദൃശ്യ മൃഗമൊന്നും ആയിരുന്നില്ല. എല്ലാ മൃഗങ്ങളെപ്പോലെയും മാംസവും മജ്ജയും രക്തവുമുള്ള ഒരു മൃഗം തന്നെ ആയിരുന്നു അവനും. തലേ ദിവസം അവർ കടുവയെ കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ തൊഴിലാളികളെല്ലാം ജാഗരൂകരായിരുന്നത്. അവർ മുളവെട്ടുമ്പോഴും പരിസര പ്രദേശങ്ങൾ നല്ലപോലെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരുമിച്ച് തന്നെയായിരുന്നു അവർ ഭക്ഷണം കഴിക്കുവാൻ പോയത്. ഒരുമിച്ച് തന്നെയായിരുന്നു ഉച്ച കഴിഞ്ഞ് അവർ വിശ്രമിച്ചതും. അതിനുശേഷം ഒരുമിച്ച് തന്നെയാണ് വീണ്ടും അവരുടെ പണിയിലേക്ക് പോയതും. അങ്ങനെ ഉച്ചതിരിഞ്ഞ് മുളവെട്ടുന്ന ജോലിയിൽ ഏർപ്പെട്ട സമയം അവർക്ക് പിന്നിലുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിനുള്ളിൽ ഒരു ചെറിയൊരു അനക്കം ആ മുള വെട്ടിക്കൊണ്ടിരുന്ന ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾക്ക് അവിടെ കാണുവാൻ സാധിച്ചത് 2 കണ്ണുകളായിരുന്നു. 2 മഞ്ഞക്കണ്ണുകൾ. അതിപ്പോൾ തന്നെ തന്നെ തുറിച്ചു നോക്കുകയാണെന്നും അയാൾക്ക് മനസ്സിലായി. അവന്റെ കണ്ണിൽ പകയും നിരാശയും വിശപ്പും അലയടിക്കുന്നതായി അയാൾ കണ്ടു. അതിന് പിന്നിലായി തവിട്ടും വെള്ളയും കറുപ്പും നിറങ്ങൾ. ഒരു കടുവയാണെന്ന് ഒറ്റയടിക്ക് തന്നെ അയാൾക്ക് മനസ്സിലായി. അതോടെ അയാൾ പകച്ചു, ഭയന്നു. തന്റെ കൈവശം മുള വെട്ടിക്കൊണ്ടിരുന്ന വാക്കത്തി അയാൾ കയ്യിലേക്ക് മുറുക്ക പിടിച്ചു. ചുറ്റുപാടും നോക്കി. അപ്പോഴേക്കും പുലി അയാൾക്ക് നേരെ കുതിച്ചു ചാടിയിരുന്നു. മുളവെട്ടുകാരൻ തന്റെ കൈവശമുണ്ടായിരുന്ന കത്തി വീശി. ഇര തന്നെ കണ്ടുവെന്ന് മനസ്സിലാക്കിയ കടുവ തന്റെ ചാട്ടത്തിന്റെ ദിശ മാറ്റിയിരുന്നു. മുളവെട്ടുകാരൻ നിന്ന സ്ഥലത്ത് നിന്നും അല്പം മാറിയാണ് അവൻ ചാടി വീണത്. മുളവെട്ടുകാരൻ തന്നെ കണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായതും കടുവ ഒന്ന് മുരണ്ടുകൊണ്ട് അടുത്തുള്ള വനത്തിലേക്ക് ഓടി മറയുകയായിരുന്നു. കടുവ കടുവ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അയാൾ ക്യാമ്പിലേക്ക് ഓടി. അയാളുടെ നിലവിളിയും ഓട്ടവും കണ്ടുകൊണ്ടായിരിക്കണം ചുറ്റുപാടും കൂടി നിന്ന ബാക്കി തൊഴിലാളികൾ അയാൾക്ക് പിന്നാലെ കൂടി ക്യാമ്പിലേക്ക് എത്തിയത്. നരഭോജിയായ കടുവയെ കണ്ട് ഭയന്നുപോയ അവിടുത്തെ തൊഴിലാളികൾ തങ്ങളുടെ പണി അവിടെ നിർത്തി തിരിച്ച് അവിടെ നിന്നും രംഗംപേട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ഞാനും ദേവും ഒന്ന് നടക്കുവാൻ ഇറങ്ങിയതായിരുന്നു. പുലിബാനുവിൽ നിന്നുമുള്ള 3ാമത്തെ മയിൽക്കുറ്റിക്ക് സമീപത്ത് വെച്ചാണ് ഞങ്ങൾ ഇവരെ കാണുന്നത്. അങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഞാൻ അറിയുന്നതും. ഇപ്പോഴേക്കും സമയം ഏകദേശം 3:45 കഴിഞ്ഞിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ കൂടെ വരണം, അവിടേക്ക് തന്നെ വരണം. ആ കടുവയെ കണ്ട സ്ഥലം നിങ്ങൾ എനിക്ക് കാട്ടിത്തരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ ഈസിയായി കൊല്ലുവാൻ സാധിക്കും. ആ മുളവെട്ടുകാരൻ ആദ്യമൊക്കെ അതിന് വിസമ്മതിച്ചു. ഞങ്ങൾ വീണ്ടും വീണ്ടും അവനെ പ്രേരിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ പ്രേരണയ്ക്ക് അവൻ സമ്മതം മൂളി. അങ്ങനെ മുളവെട്ടുകാരനെയും കൂട്ടി ഞങ്ങൾ അവിടെ നിന്നും ഏകദേശം 1.5 മൈൽ നടന്ന് സംഭവ സ്ഥലത്തെത്തി. അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. ഏകദേശം 6:30 അടുപ്പിച്ചായിരുന്നു മുളവെട്ടുകാരൻ ഞങ്ങളെ കൊണ്ടെത്തിച്ചത്.
ആ കടുവയെ അയാൾ കണ്ടുവെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഞങ്ങൾ ആ പരിസരം മുഴുവൻ ഒന്ന് വീക്ഷിച്ചു. അയാൾ പറഞ്ഞത് ശരിയാണ്. അവിടെ കൃത്യമായി തന്നെ ഒരു കടുവയുടെ കാൽപ്പാടുകൾ ഞങ്ങൾക്ക് കാണുവാനുമായി. സമയം ഏറെ വൈകിയതുകൊണ്ടും കാറ്റുള്ളതുകൊണ്ടും അവിടേക്ക് ഇലകൾ കൊഴിഞ്ഞു വീണതുകൊണ്ടും ഞങ്ങൾ കണ്ട കാൽപ്പാടുകൾ വളരെ വ്യക്തമായി പരിശോധിക്കുവാൻ ആ സമയം ഞങ്ങൾക്ക് സാധിച്ചില്ല. എന്തായാലും അതൊരു കടുവയുടെ കാൽപ്പാടാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ആ പ്രദേശത്തെ പിശാജ് എന്ന സാങ്കല്പികത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. അതൊരു ഉമ്പൽമേരിലെ പിശാജല്ല, പകരം ഒരു കടുവയാണ്. നരഭോജി എന്ന് വിളിച്ചു പറയുവാൻ എൻ്റെ മനസ്സ് ആർത്ത് ഇരമ്പി. അവിടെ ഒരു ഇരയായി കെട്ടിവെക്കുവാൻ കന്നുകാലികളെ ഒന്നും ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. തിരിച്ച് ബംഗ്ലാവിലേക്ക് നടക്കണമെങ്കിലോ ഏകദേശം 12 മൈലോളം നടക്കേണ്ടി വരും. അത്രയും ദൂരം ടോർച്ച് പ്രകാശിപ്പിച്ച് നടക്കുക എന്നത് അസാധ്യമാണ്. അത്രയും ദൂരം നടക്കുവാൻ ടോർച്ചിനകത്ത് ചാർജ് കാണില്ല. സെല്ലുകൾ അത്രയും നേരം നിൽക്കത്തുമില്ല. അന്ന് രാത്രിയിൽ കാട്ടിൽ തന്നെ ജീവിതം ചെലവഴിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ അതിൽ നിന്നും എന്നെ പിൻവലിച്ചുകൊണ്ടിരുന്നത് ദേവിൻ്റെ വില്ലൻ ചുമയാണ്. രാത്രിയിൽ നല്ല തണുത്ത കാറ്റാണ് ഈ പ്രദേശത്തുള്ളത്. ഒരുപക്ഷെ തണുത്ത കാറ്റ് കൊണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചുമ കൂടുവാനും സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ആശങ്കകൾ ദേവുമായി പങ്കുവെച്ചു. ദേവ് അപ്പോൾ മറുപടി നൽകിയത് ഇങ്ങനെയാണ്: ആർക്കാണ് വില്ലൻ ചുമ? എനിക്കോ അതോ നിനക്കോ? എനിക്ക് വില്ലൻ ചുമ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ എനിക്ക് ഒരു ചുമയില്ല, ഒന്നുമില്ല. അന്ന് രാത്രിയിൽ അവിടെ ചെലമഴിക്കാമെന്ന് ദേവ് സമ്മതം മൂളി. ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന മുളവെട്ടുകാരന് സമ്മതമില്ലെങ്കിലും അയാൾക്ക് മുന്നിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അയാളുടെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോൾ അയാൾക്ക് പറ്റില്ല എന്ന് പറയുവാണെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് ആ വനത്തിലൂടെ നടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമൊന്നും അയാൾക്ക് അപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെ വല്ലാതെ അലട്ടിയത് ഇതൊന്നും ആയിരുന്നില്ല, മറ്റൊരു പ്രശ്നമായിരുന്നു. ഇനിയും എവിടെ താമസിക്കും, അല്ലെങ്കിൽ എവിടെ കാത്തു നിൽക്കും എന്നതാണ്. മുളങ്കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു അത്. എന്തായാലും ഞങ്ങൾ ഉമ്പൽമേരി കുളത്തിലേക്കുള്ള പാതയിലൂടെ നടന്നു. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും നേരം നല്ലപോലെ ഇരുട്ടി തുടങ്ങി. ഇരുട്ടിയത് കൊണ്ട് തന്നെ മരത്തിന് മുകളിൽ കയറി മച്ചാൽ കെട്ടുവാനോ അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മറഞ്ഞിരിക്കുവാനോ സാധിക്കുമായിരുന്നില്ല. ഞാൻ ചുറ്റുപാടും നോക്കി. അങ്ങനെ ചുറ്റുപാടും നോക്കിയ കൂട്ടത്തിൽ അപ്രത്യക്ഷമായി എൻ്റെ കണ്ണുകൾ വന്നുടക്കിയത് ഒരു വലിയ ആൽമരത്തിലേക്കായിരുന്നു. ഒരുപാട് പ്രായമുള്ള ഒരു വൃക്ഷമാണത്. അതിൻ്റെ വേരുകൾ വളർന്ന് താഴേക്ക് നിലം കുത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗത്തെ വേരുകൾ വളർന്ന് നിലത്തേക്ക് വീണ് ഒരു ഗുഹ അവിടെ രൂപീകരിച്ചിരിക്കുന്നു. അതിനുള്ളിൽ കയറി മറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പിന്നിലൂടെ വരുന്ന ആക്രമണത്തെ ഞങ്ങൾക്ക് ചെറുക്കുവാൻ സാധിക്കും. ഞങ്ങൾ പതിയെ ആൽമരത്തിൻ്റെ വേരുകൾ കൊണ്ടുണ്ടാക്കിയ ആ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അവരെ ഉള്ളിലാക്കി ഞാൻ കവാടത്തിൽ കാത്തുനിന്നു. എൻ്റെ തോക്കിപ്പോൾ ചൂണ്ടി നിൽക്കുന്നത് പുറത്തെ വനത്തിലേക്കാണ്. കൈവശമുണ്ടായിരുന്ന ടോർച്ചെടുത്ത് തോക്കിൽ ഘടിപ്പിച്ചു വെച്ചു. ദേവ് ഒട്ടും പിന്നോട്ട് മാറിയില്ല. അവൻ കുളത്തിൻ്റെ ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് എൻ്റെ 12 ബോർ ഗണ്ണ് അവിടേക്ക് ചൂണ്ടി. ദേവിൻ്റെ കൂടെ തന്നെ ടോർച്ച് പിടിച്ചുകൊണ്ട് മുളവെട്ടുകാരൻ അതേ ദിശയിലേക്ക് നോക്കിയിരുന്നു. സമയം പതിയെ മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങി. സമയം മുന്നിലേക്ക് പോകുന്തോറും ഇരുട്ടിൻ്റെ കാഠിന്യവും കൂടിക്കൂടി വന്നു. ഉമ്പൽമേരി കുളത്തിൽ നിന്നും തവളയുടെ അസഹനീയമായ ശബ്ദം ഇപ്പോൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. വനമിറങ്ങി വരുന്ന ഏതെങ്കിലും ഒരു മൃഗം കുളത്തിൻ്റെ വശത്തേക്ക് വരുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി നിശബ്ദതയോടെയും ജാഗരൂപരായും ഞങ്ങൾ നിന്നു. അങ്ങനെ കാതും കണ്ണും കൂർപ്പിച്ച് നിൽക്കുന്ന സമയമാണ് ആ കുളത്തിൻ്റെ അരികിലെ കുറ്റിക്കാടിൽ നിന്നും ഒരു ചെറിയൊരു അനക്കം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കീരിയോ മറ്റ് ചെറു ജീവികളോ കുളത്തിന് സമീപത്തേക്ക് വെള്ളം കുടിക്കുവാൻ വന്നതാണെന്ന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ അവിടേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അങ്ങനെ അവിടേക്ക് സൂക്ഷിച്ചു നോക്കിയ സമയം കുറ്റിക്കാടിൻ്റെ ഇടയിലൂടെ 2 തിളങ്ങുന്ന കണ്ണുകൾ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. പിന്നെ ഒട്ടും സമയം ഞാൻ പാഴാക്കിയില്ല. വളരെ വേഗം തന്നെ എൻ്റെ ടോർച്ച് ഞാൻ പ്രകാശിപ്പിച്ചു അവിടേക്ക്. എന്നാൽ എനിക്ക് കാണുവാൻ സാധിച്ചത് ഒരു കഴുതപ്പുലിയെയായിരുന്നു. ടോർച്ചിൻ്റെ പ്രകാശത്തിൽ അതിൻ്റെ ശരീരത്തിലെ ചാരനിറം വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ടോർച്ചിൻ്റെ പ്രകാശം എപ്പോഴാണോ അവനിലേക്ക് വന്ന് പതിച്ചത്, ഭയം അപ്പോൾ തന്നെ അവനെ പിടികൂടിയിരിക്കണം. അവൻ അവിടെ നിന്നും വളരെ വേഗം തന്നെ കുറ്റിക്കാടിനുള്ളിലേക്ക് മറഞ്ഞു. എന്നാൽ ആ സ്ഥലം വിട്ട് ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ അവൻ തയ്യാറായതുമില്ല. ആ നാശം പിടിച്ച മൃഗം ഞങ്ങൾക്ക് ചുറ്റുപാടും ചുറ്റിക്കറങ്ങി നിന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി. അവൻ്റെ അരോചകമായ ശബ്ദവും സാന്നിധ്യവും ഞങ്ങളിൽ അസ്വസ്ഥത ഉണർത്തി. ദേവ് എന്ന് ശബ്ദമുണ്ടാക്കി അവനെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുവാൻ പല ശ്രമങ്ങളും നടത്തി. എന്നാൽ അതൊന്നും വിജയം കണ്ടില്ല. മുളവെട്ടുകാരൻ അവിടെ നിന്ന് കടന്നു പോടാ ചെകുത്താനെ, കാല എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴുതപ്പുലിക്ക് ആ രംഗം ഉപേക്ഷിച്ചു പോകുവാൻ സാധിക്കുന്നില്ലായിരുന്നു. അവൻ വീണ്ടും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയം കുളത്തിൻ്റെ മറുകരയിൽ നിന്നും ഒരു കടുവയുടെ ഉഗ്രമായ മുരളൽ കേട്ടു.
ബഹളം വെച്ച് ശബ്ദമുണ്ടാക്കി നിന്ന കഴുതപ്പിലി ഒരു നിമിഷത്തേക്ക് നിശ്ചലനായി. അവൻ്റെ കണ്ണും കാതും അവൻ അവിടേക്ക് കൂർപ്പിച്ചു. പിന്നെ അവൻ അവിടെ നിന്നും രംഗം വിട്ടൊഴിഞ്ഞു. കുറച്ച് സമയത്തേക്ക് അവൻ കരയിലേക്ക് മുകളിലൂടെ നടക്കുന്ന ഒരു ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചു. പിന്നീട് അതും അസ്തമിച്ചു. എനിക്കൊരു കാര്യം ഉറപ്പാണ്, കടുവ അവിടെ തന്നെ ഉണ്ട്. ഒരു പക്ഷേ അവിടെ എവിടെയെങ്കിലും മറഞ്ഞിരുന്നു കൊണ്ട് അവൻ നമ്മളെ ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരിക്കും. അതല്ലെങ്കിൽ കഴുതപ്പുലിയുടെ മുൻകരുതൽ ശബ്ദം കേട്ട് ഞങ്ങൾ കൂടുതൽ ജാഗ്രതയോടെയും നിശബ്ദതയോടെയും എന്താണ് ഇനിയും സംഭവിക്കാൻ പോകുന്നതെന്നോർത്ത് അവിടെ നിന്നു. ഇനിയും കുറച്ച് സമയങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയുവാൻ വേണ്ടി. എന്നാൽ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും അവിടെ സംഭവിച്ചില്ല. തവളകളുടെയും പക്ഷികളുടെയും കരച്ചിലല്ലാതെ മറ്റൊരു ശബ്ദവും പിന്നീട് ഞങ്ങൾ കേട്ടില്ല. സമയം മുന്നോട്ട് പോയി. പുലർച്ചെ 3 മണിയായി. ചെങ്കുത്തായ മലയിടുക്കിൽ നിന്നും ഒരു തണുത്ത കാറ്റ് അവിടേക്ക് വീശുവാൻ തുടങ്ങി. മുളോട്ടുകാരൻ ധരിച്ചിരുന്നത് വലിയ കട്ടികൂടിയ വസ്ത്രമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തണുപ്പിനെ പ്രതിരോധിച്ച് നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ പാവം പിടിച്ച മുളവെട്ടുകാരൻ്റെ താടിയെല്ലുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം വളരെ വ്യക്തമായി തന്നെ കേൾക്കുവാൻ എനിക്ക് സാധിച്ചു. സമയം ഏകദേശം 4 മണിയായിരിക്കുന്നു. കാട്ടുകോഴികളുടെയും മറ്റ് പക്ഷികളുടെയും ശബ്ദവും അവിടെ ഇപ്പോൾ ഉയർന്നു കേൾക്കാം. ഞങ്ങൾ കാത്തിരിക്കുന്നത് സൂര്യൻ ഉദിക്കുവാൻ വേണ്ടിയാണ്. അവൻ്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് വന്ന് പതിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ നിൽക്കുന്ന സമയം കിഴക്കാൻ തൂക്കായ കുന്നിൻ ചെരുവിൽ നിന്നും ഒരു ലങ്കൂർ കുരങ്ങൻ്റെ ശബ്ദവും ഞങ്ങൾ കേൾക്കുവാൻ ഇടയായി. ഞങ്ങൾ എന്തിനു വേണ്ടിയാണോ അക്ഷമയോടെ കാത്തിരുന്നത് അതവിടെ സംഭവിച്ചിരിക്കുന്നു. കിഴക്കൻ കുന്നുകൾക്ക് മുകളിലൂടെ സൂര്യൻ ഉദിച്ചുയരുവാൻ തുടങ്ങിയിരിക്കുന്നു. സൂര്യൻ ഉദിച്ചുയർന്ന സമയം ഞങ്ങൾ അവിടെ നിന്നും ബംഗ്ലാവിലേക്ക് നടന്നു. ഞങ്ങൾ മൂവരും. എന്നാൽ പരസ്പരം ഞങ്ങൾ ഒന്നും തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ആ കടുവയെ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ കടുത്ത നിരാശ ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ പതിയെ അലസമായി നടന്ന ഞങ്ങൾ ബംഗ്ലാവിൻ്റെ വാതിലിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ തലേന്ന് കണ്ട മുളവെട്ടുകാരുടെ സംഘം ഞങ്ങളെ കാത്ത് ബംഗ്ലാവിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പ്രതീക്ഷിക്കുന്നത് സന്തോഷമായ വാർത്തയായിരിക്കാം. എന്നാൽ എനിക്ക് നൽകുവാൻ കഴിയുന്നത് അത്രയും സുഖകരമായ വാർത്തയല്ലല്ലോ. അവിടെ എത്തിയപ്പോഴേക്കും പല ചോദ്യങ്ങൾ അവർ ചോദിച്ചു. കടുവയെ നിങ്ങൾ കണ്ടോ? കടുവ അവിടേക്ക് വന്നായിരുന്നോ? കടുവ ആക്രമിക്കുവാൻ തുനിഞ്ഞോ? നിങ്ങൾ അവയ്ക്ക് നേരെ വെടികുതിർത്തോ? പല പല ചോദ്യങ്ങൾ പലരും ചോദിച്ചു കൊണ്ടേയിരുന്നു. നിങ്ങളുടെ എല്ലാം ചോദ്യത്തിന് മറുപടി നിങ്ങളുടെ സുഹൃത്തായ ഇയാൾ തരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ അവർക്ക് പക്കൽ മറുപടി നൽകുവാൻ ഏൽപ്പിച്ചതിന് ശേഷം ഞാനും ദേവും ബംഗ്ലാവിനുള്ളിലേക്ക് പോയി. ഇനിയും വേണം ഒന്ന് കിടന്നുറങ്ങുവാൻ. അങ്ങനെ ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾ ഉണർന്നു. ഭക്ഷണം കഴിച്ചു, ചായ കുടിച്ചു. ഇനി എന്ത് ചെയ്യണമെന്നുള്ള പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾ പരസ്പരം പറഞ്ഞു, നമ്മൾ ഇതുവരെ കണ്ട കടുവകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കടുവയാണിത്. അവരുടെ സ്വഭാവങ്ങളിൽ നിന്നും തികച്ചും വേർപെട്ട ഒരു സ്വഭാവമാണ് ഈ കടുവയ്ക്കുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതാണ്: അവൻ ഇര തേടാൻ ഇറങ്ങുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. മറ്റ് നരഭോജി കടുവകളെ പോലെയും മറ്റ് കടുവകളെ പോലെയും അവൻ ദീർഘദൂരം സഞ്ചരിച്ചുകൊണ്ട് ഇരയെ തിരയാറില്ല. ഇതുവരെ ഇരകളെയെല്ലാം കാണാതായിരിക്കുന്നത് ഏകദേശം 20 മൈലിന് ചുറ്റളവിൽ വെച്ച് തന്നെയാണ്. ഇവൻ മറ്റ് കടുവകളേക്കാൾ വളരെ ഭീരുവാണ്. കാരണം തലേന്ന് രാത്രിയിൽ തന്നെ ഒരു സംഭവം നമ്മൾ കണ്ടതാണ്. കഴുതപ്പുലിയുടെ സാന്നിധ്യം മനസ്സിലായപ്പോൾ ഇവൻ ഭയം കൊണ്ട് മറ്റെവിടേക്കോ പോയി മറഞ്ഞിരിക്കുന്നു. ആ സംഭവം മാത്രമല്ല, മുളവെട്ടുകാരൻ തൻ്റെ കത്തി ഊരി അതിനു നേരെ വീശിയപ്പോൾ അതിനെയും കണ്ട് ഭയന്നുകൊണ്ട് അവൻ അവിടെ നിന്ന് ദൂരേക്ക് ഓടി അകന്നിരിക്കുന്നു. നമ്മൾ ഇതുവരെ കണ്ട കടുവകളിൽ നിന്നും വളരെ വീർട്ട ഒരു കടുവയാണിത്. കാരണം സാധാരണഗതിയിൽ കടുവകൾ അവരുടെ അതിർത്തികൾ മാർഗ് ചെയ്യാറുണ്ട്, റോന്ത് ചുറ്റാറുണ്ട്. എന്നാൽ ഇവൻ ഇതൊന്നും ചെയ്യാറില്ല. അതിലുപരി നരഭോജിയായ കടുവകളുടെ തുടക്കം പോലെ അയൽ ഗ്രാമങ്ങളിലൊന്നും പോയി കന്നുകാലികളെയും മറ്റും ഇവൻ ശാപ്പിട്ടിട്ടുമില്ല. ഇതിൽ നിന്നെല്ലാം ഞാനൊരു നിഗമനത്തിലെത്തിയത് ഇവൻ മറ്റ് കടുവകളിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തനായ സ്വഭാവം സൂക്ഷിക്കുന്ന ഒന്നാണെന്നാണ്. അന്ന് രാത്രിയിൽ ഞങ്ങൾ അവനെ കാളകളെ ഇരനിർത്തി പിടിക്കാമെന്ന് ഒരു ധാരണയിൽ എത്തിച്ചേർന്നു. അത്താഴം കഴിച്ച് ഗ്രാമത്തിലേക്ക് പോയി പണം കൊടുത്ത് 2 കാളകളെ ഞങ്ങൾ ഇരയായി നിർത്തുവാൻ അവരുടെ കൈവശം നിന്ന് വാങ്ങിച്ചിരുന്നു. ഒരെണ്ണം ചാര നിറത്തിലുള്ളതും ഒരെണ്ണം തവിട്ട് നിറത്തിലുള്ളതുമായിരുന്നു. അന്ന് രാത്രിയിൽ ഞങ്ങൾ അവയെ സൂക്ഷിച്ചത് ബംഗ്ലാവിലായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ അതിലൊരു കാളയെ കൊണ്ടുപോയി ഉമ്പല്ലൂരിലെ ആ തടാകത്തിൻ്റെ അരികിൽ കെട്ടിയിട്ടു. മറ്റേതിനെ കൊണ്ടുപോയി 2 മൈൽ അകലത്തിൽ പുലിബാനുവിലേക്ക് പോകുന്ന ആ വഴിക്ക് സമീപം കൊണ്ട് കെട്ടിയിട്ടു. കടുവയുടെ ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾക്ക് വളരെ വേഗം പോകുവാനും ഒരു മച്ചാൽ കെട്ടി ഇരിക്കുവാനും സാധിക്കുന്ന മരങ്ങളുള്ള സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾ ഈ കാളകളെ കെട്ടിയിട്ടിരുന്നത്. സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരികെ ബംഗ്ലാവിലേക്ക് പോയി. ഒരു ദിവസം അതിനുവേണ്ടി കാത്തിരുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ കാറിൽ കാളകളെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു.
പോകുന്ന വഴിയിൽ ഒരിടത്ത് കാർ നിർത്തിയിട്ടു. കാട്ടുവഴികളിലൂടെ എല്ലാം കയറി ഞങ്ങൾ തലേന്ന് കെട്ടിയിട്ട കാളകളുടെ എല്ലാം അരികിൽ ചെന്നു. എന്നാൽ അവയെ രണ്ടിനെയും കടുവ ആഹരിച്ചിരുന്നില്ല. അവ ജീവനോടെ അവിടെ നിന്ന് മേയുന്നു. ഞങ്ങൾ ഓരോ കാളയും അഴിച്ചെടുത്ത് അവയ്ക്ക് വേണ്ട വെള്ളം കൊടുത്ത് വീണ്ടും അവിടെ തന്നെ കൊണ്ട് കെട്ടിയിട്ട് പിറ്റേന്ന് കാലത്തെ വരെ വേണ്ട ആഹാരവും അവർക്കവിടെ നൽകിയ ശേഷം പിന്നെയും ഞങ്ങൾ അവിടെ നിന്ന് ബംഗ്ലാവിലേക്ക് തിരികെ പോയി. അങ്ങനെ ബംഗ്ലാവിലെത്തിയപ്പോൾ ദേവ് എന്നോടൊരാഗ്രഹം പറഞ്ഞു. അവന് തിരുപ്പതി ക്ഷേത്രം വരെ പോകണമെന്ന്. നാഗപട്ടണയിൽ നിന്നും ഏകദേശം 15 മൈൽ സഞ്ചരിച്ചാൽ തിരുപ്പതി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ദിവസേന 100 കണക്കിന് തീർത്ഥാടകർ അവിടേക്ക് എത്താറുണ്ട്. അവിടെ നിന്നും അവിടേക്ക് പോകുന്ന വഴിയിൽ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഭക്ഷണശാലയിൽ ഞങ്ങൾ ചായ കുടിക്കുവാൻ വേണ്ടി കയറി. അതായിരുന്നു ഈ കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. അവിടേക്ക് പോകുവാൻ വേണ്ടി അടുത്ത സമയത്ത് മറ്റ് ട്രെയിനുകളൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് ഞങ്ങൾ അവിടെ തന്നെ ഇരുപ്പുറപ്പിച്ചു. ആ ഹോട്ടലിലെ മാനേജർ അയാൾ ഒരു പണിയുമില്ലാതെ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്കരികിലേക്ക് അയാൾ നടന്നു വന്നു. ഞങ്ങളുമായി പരിചയപ്പെട്ടു. അയാളെ സ്വയം പരിചയപ്പെടുത്തി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആരാണ്, എന്തിനു വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്, എന്താണ് ഞങ്ങളുടെ തൊഴിൽ, എന്തിനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, ഇതെല്ലാം അയാൾക്ക് അറിയേണ്ടതുണ്ടായിരുന്നു. എങ്കിലും ഇതെല്ലാം ഞങ്ങൾ അയാളോട് പറയുകയും ചെയ്തു. അങ്ങനെ കഥകളെല്ലാം കേട്ട് ഞങ്ങൾക്കൊപ്പം അയാളും ഇരുന്ന് അയാളും ഒരു ചായ കുടിച്ച് ദേവും അയാളും നല്ല സൗഹൃദത്തിലായി. ഞങ്ങൾ എന്തിനാണ് വന്നത്, എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം വളരെ വിശദമായി തന്നെ അയാളുമായി പങ്കുവെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അയാൾക്കും നായട്ട് കമ്പമുള്ള അയാളായിരുന്നു. അയാളും കടുവയുടെ ഈ പ്രത്യേക സ്വഭാവങ്ങൾ ചൂണ്ടിക്കാണിച്ചു. കുറച്ചു സമയം അയാൾ മിണ്ടാതെയിരുന്നു. എന്തൊക്കെയോ ആലോചിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. അതിനുശേഷം അയാൾ ഞങ്ങളോട് പറഞ്ഞു, ഇനിയും ഇത് ആ സർക്കസിൽ നിന്നും ചാടിപ്പോയ റാണി എന്ന് പറയുന്ന കടുവയെങ്ങാണമായിരിക്കുമോ? അത് കേൾക്കാനിരുന്നത് പോലെയായിരുന്നു എൻ്റെ തിരിച്ചുള്ള ചോദ്യങ്ങൾ. ഏത് സർക്കസാണ്? എന്നാണ് ഇത് സംഭവിച്ചത്? എവിടെ വെച്ചാണ്? എൻ്റെ ചോദ്യങ്ങളെല്ലാം കേട്ട അയാൾ എനിക്ക് മറുപടി നൽകി. ഒരുപാട് മൃഗങ്ങളുള്ള ഒരു സർക്കസ് കമ്പനി തിരുപ്പതി ക്ഷേത്രത്തിന് സമീപത്ത് വന്നിരുന്നു. പട്ടണത്തിൽ നിന്നും 1 മൈൽ അകലെ അവർ തമ്പടിക്കുകയും ചെയ്തു. സർക്കസ് കമ്പനിയുടെ ഉടമസ്ഥൻ ഇടയ്ക്കിടയ്ക്ക് റെയിൽവേയുടെ ഭക്ഷണശാലയിലേക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനെ അയാളും ഞാനും നല്ല പരിചയത്തിലായി. പല പല കാര്യങ്ങൾ അയാൾ ഞാനുമായി പങ്കുവെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു രഹസ്യം പറയാം സാബ്ജി, ഞാൻ അല്പം മദ്യപിക്കുന്ന കൂട്ടത്തിലാണ്. ഇവിടേക്ക് വന്ന അയാളും മദ്യപിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സൗഹൃദം എന്തെന്നില്ലാത്ത രീതിയിൽ വർദ്ധിച്ചിരുന്നു. പല ഒഴിവു സമയങ്ങളിലും അദ്ദേഹം ഇവിടേക്ക് വരാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുമുണ്ട്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇവിടേക്ക് എത്തിയിരുന്നു. ഞങ്ങൾ നല്ലപോലെ മദ്യപിച്ച് ലെക്ക് കിട്ട സർക്കസ് കമ്പനിയുടെ ഉടമ ഒരു രഹസ്യം, പരമരഹസ്യം ഞാനുമായി പങ്കുവെച്ചു. സർക്കസിൽ നിന്നും ഒരു കടുവ ചാടിപ്പോയി എന്ന വാർത്തയായിരുന്നു അയാൾ ഞാനുമായി പങ്കുവെച്ചത്. കടുവയെ പരിപാലിച്ചിരുന്ന ഒരു മണ്ടൻ ആ കടുവയുടെ കൂട് നല്ലപോലെ പൂട്ടുവാൻ മറന്നുപോയിരുന്നു. സർക്കസ് കമ്പനിയിൽ നിന്നും ഒരു കടുവ ചാടിപ്പോയെന്ന് വാർത്ത പുറത്തു പരന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് തന്നെ ഈ രഹസ്യം പരമരഹസ്യമായി തന്നെ വെച്ചു. അയാൾ മാത്രമല്ല, സർക്കസിലെ മറ്റ് തൊഴിലാളികളും ഇത് പരമരഹസ്യമാക്കി തന്നെ വെച്ചു. സർക്കസ് കമ്പനിയിൽ നിന്നും ചാടിപ്പോയ കടുവയ്ക്ക് വേണ്ടി അല്ലറ ചില്ലറ തിരച്ചിലുകളെല്ലാം അവർ അവിടെ നടത്തിയിരുന്നു. എന്നാൽ ഒന്നിനും ഒരു ഫലം കണ്ടില്ല. അവർ സമാധാനിച്ചത് ഇങ്ങനെയാണ്: തിരുപ്പതിയുടെ അടുത്ത് ഒരു വലിയ കാടുണ്ടല്ലോ, ഒരു പക്ഷേ ഇവിടെ നിന്നും ചാടിപ്പോയ കടുവ കാട്ടിൽ അഭയം പ്രാപിച്ചെങ്കിലോ? ഇനിയും തിരക്കിയിട്ടൊന്നും കാര്യമില്ല, അവൻ കാട്ടിൽ തന്നെയുണ്ട്. ചെറിയ നായാട്ടൊക്കെ നടത്തി അവൻ അവിടെ ജീവിച്ചു പോന്നോളും എന്ന വിശ്വാസത്തിലായിരുന്നു ആ സർക്കസ് കമ്പനിയിലെ ആളുകളും ഉടമകളും. ഇത്രയും കേട്ടതും ഞാൻ അടുത്ത ചോദ്യം അയാളോട് ചോദിച്ചു, താങ്കൾ എപ്പോഴെങ്കിലും ആ കടുവയെ കണ്ടിട്ടുണ്ടോ? ചിരിച്ചുകൊണ്ട് മാനേജർ പറഞ്ഞു, സർക്കസ് കമ്പനിയുടെ ഉടമയും ഞാനും നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിരുന്നില്ലേ? അയാൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോ പാസുകൾ തരാറുണ്ടായിരുന്നു. അങ്ങനെ പലപ്പോഴും ഞാൻ ആ സർക്കസ് കമ്പനിയിൽ സർക്കസ് കാണുവാൻ വേണ്ടി പോയിട്ടുമുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ആ കടുവയെ കണ്ടിട്ടുമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കടുവയുടെ പേര് റാണി എന്നാണ്. പൂർണ്ണ വളർച്ചയെത്തിയ കടുവയാണെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. എന്നാൽ വലിയ കടുവയൊന്നുമല്ല, ഒരിടത്തരം കടുവ. സാധാരണ സർക്കസ് കമ്പനിയിൽ കടുവകളെ കൊണ്ട് പല നമ്പറുകളും ചെയ്യിക്കാറുണ്ടല്ലോ സാബ്ജി. എന്നാൽ ഇവളെ കൊണ്ട് അങ്ങനെ വലിയ നമ്പറുകളൊന്നും ചെയ്യിപ്പിക്കത്തില്ല. 2 or 3 നമ്പറുകൾ അവൾ കാണിക്കും. കൂടുതൽ അവളെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കുവാനും ശ്രമിക്കാറുമില്ല. കാരണം അല്പം മുടപിടിച്ച സ്വഭാവമായിരുന്നു ആ കടുവയ്ക്കുണ്ടായിരുന്നത്. ഞാൻ പല പ്രാവശ്യവും ആ സർക്കസ് കമ്പനിയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? പലപ്പോഴും ഞാനും സർക്കസ് കമ്പനിയിലെ ഉടമയും തമ്മിൽ അദ്ദേഹത്തിൻ്റെ ടെൻറ്റിൽ കൂടാറുണ്ട്. അങ്ങനെ അവൾക്ക് പതിവ് ഭക്ഷണം കൊടുക്കുന്ന സമയങ്ങളിലെല്ലാം അവളുടെ ഗർജനവും മുരളിച്ചയും ഞാൻ കേട്ടിട്ടുമുണ്ട് സാബ്ജി. അപ്പോൾ തന്നെ ഞാൻ ഒരു ചോദ്യം കൂടി ആ മാനേജറോട് ചോദിച്ചു,
നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞാൽ വലിയ സഹായമായേക്കും. ഏത് സമയമായിരിക്കും എങ്കിലും ആ കടുവയ്ക്ക് അവർ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്? ആ ചോദ്യം കേട്ടതും അയാളൊന്ന് ഞെട്ടി, ഒന്ന് അമ്പരന്നു. ഭയം അയാളുടെ മുഖത്ത് വരച്ച് കാട്ടാൻ സാധിക്കുമായിരുന്നു. അയാൾ പറഞ്ഞു, ഏകദേശം ഉച്ച കഴിഞ്ഞ് സാബ്ജി. സർക്കസ് കമ്പനിയിലെ ആളുകൾ ഭക്ഷണം കഴിച്ച ശേഷമാണ് അവിടുത്തെ മൃഗങ്ങൾക്കെല്ലാം അവർ ആഹാരം നൽകുന്നത്, അയാൾ പറഞ്ഞു. അതോടെ ഒരു കാര്യം കൂടി തെളിഞ്ഞിരിക്കുന്നു. നരഭോജിയായ ആ മൃഗത്തിൻ്റെ ഉച്ച കഴിഞ്ഞുള്ള വേട്ടയുടെ രഹസ്യം ഇപ്പോൾ വെളിവായിരിക്കുന്നു. ഈ ഒരു ഉത്തരം കിട്ടിയതോടെ ഉമ്പൽമേരിലെ നരഭോജി ഇവൻ തന്നെയാണെന്ന കാര്യത്തിൽ ഇനിയും യാതൊരു സംശയവും വേണ്ട. നമ്മൾ തിരക്കി നടന്ന നരഭോജിയായ കടുവ ഈ സർക്കസ് കമ്പനിയിൽ നിന്നും ചാടിപ്പോയ റാണി തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു. ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് മനസ്സിൽ തോന്നിയ പല കാര്യങ്ങളും അയാളോട് ചോദിച്ചു. കിട്ടാൻ കഴിയുന്ന അത്രയും വിവരങ്ങൾ ആ കടുവയെപ്പറ്റി അയാളിൽ നിന്നും ശേഖരിച്ചെടുത്തു. ഇനിയും ഒരു മറുപടിയും അയാളിൽ നിന്നും കിട്ടാനില്ല എന്ന ഉറപ്പും ഞാൻ വരുത്തി. എല്ലാം കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കുമാണ് നാഗപട്ടണയിലെ ഞങ്ങളുടെ ബംഗ്ലാവിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. തിരുപ്പതി ഭഗവാനോട് ഞാൻ നന്ദി പറഞ്ഞു. കാരണം ഈ യാത്ര ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാക്കി. പിറ്റേന്ന് കാലത്തെ തന്നെ ഞങ്ങളുടെ കാർ എടുത്തുകൊണ്ട് പുലിബാനുവിലേക്ക് ഞങ്ങൾ വെച്ചു പിടിച്ചു. അവിടെ നിന്ന് വനത്തിലൂടെയുമെല്ലാം കാൽനടയായി പോയി. ഇരയായി കിട്ടിയ മൃഗങ്ങളെയെല്ലാം ഞങ്ങൾ പരിശോധിച്ചു. ഒരു അത്ഭുതവുമില്ല. അവ രണ്ടും ജീവനോടെ അവിടെ നിന്ന് മേയുന്നു. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കാട്ടുവഴിയിലൂടെയും വനങ്ങളിലൂടെയും കാട്ടരുവിയുടെ അരികിലൂടെയും എല്ലാം നടന്നു. കാലടയാളങ്ങൾ തിരക്കി. എന്നാൽ അവിടെയൊന്നും കടുവയുടെ കാൽപ്പാടുകളോ കാലടയാളങ്ങളോ ഒന്നും കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരികെ ബംഗ്ലാവിൽ എത്തിയപ്പോഴേക്കും ഏകദേശം വൈകുന്നേരമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് അത്താഴമെല്ലാം കഴിച്ചതിന് ശേഷം രംഗംപേട്ടിലേക്ക് ഒരു യാത്ര തിരിച്ചു. അവിടെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനുണ്ടായിരുന്നു. രാമയ്യ എന്നായിരുന്നു അയാളുടെ പേര്. ചമ്ലാവാലിയിൽ നടത്തിയ പല വേട്ടകളിലും എന്നെ ഏറെക്കുറെ സഹായിച്ചത് രാമയ്യ ആയിരുന്നു. അയാൾക്ക് ഈ കാടിനെ പറ്റി എല്ലാ വിവരങ്ങളും അറിയാം. കാടിൻ്റെ ഓരോ മുക്കും മൂലയിലും അയാളുടെ കൈരേഖ പോലെയാണ്. അയാളാണ് എനിക്ക് കാട്ടിലെ പല ഔഷധ ചെടികളെ പറ്റിയും പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരിക്കൽ ഒരു ഉപകാര സ്മരണയ്ക്ക് വേണ്ടി ചാംലാവാലിയുടെ അടിവാരത്ത് ഞാൻ അദ്ദേഹത്തിന് കുറച്ച് സ്ഥലം വാങ്ങിച്ചു നൽകിയിരുന്നു. അയാൾ അവിടെ കൃഷി ചെയ്ത് അതിൻ്റെ ആദായം എടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയിലായിരിക്കണം ചാംലാവാലിയിലെ വേട്ടകളിൽ അദ്ദേഹം എപ്പോൾ വിളിച്ചാലും എന്നെ സഹായിക്കാൻ വേണ്ടി ഓടിയെത്തുന്നത്. ഉമ്പൽമേരിലെ കാട്ടുപിശാചിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിറ്റേന്ന് തന്നെ രാമയ്യെ കണ്ടിരുന്നു. കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. എന്നാൽ രാമയ്യയും വിശ്വസിച്ചിരുന്നത് വനത്തിലെ ഒരു പിശാചാണ് ഇതിന് പിന്നിലെന്ന് തന്നെയായിരുന്നു. ഞാൻ രാമയ്യോട് നടന്ന കാര്യം വിശദമായി പറഞ്ഞു. അത് ദുരാത്മാവൊന്നുമല്ലെന്നും സർക്കസിൽ നിന്നും ചാടിപ്പോയ റാണി എന്ന പേരുള്ള ഒരു കടുവയാണെന്നും പറഞ്ഞു. ഉമ്പൽമേരി കുളത്തിന് സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കും അവൻ്റെ താവളം അടിച്ചിരിക്കുന്നതെന്നും അതിനരികിൽ ഇനി ഏതെങ്കിലും ഒരു ഗുഹയോ പൊത്തോ എന്തെങ്കിലും ഉണ്ടോ എന്നും ഞാൻ അയാളോട് ചോദിച്ചു. കുറച്ചു സമയം അയാൾ നിശബ്ദത പാലിച്ചു. അതിനുശേഷം അയാൾ പറഞ്ഞു, സാബ്, അങ്ങയുടെ നിഗമനം ശരിയായിരിക്കും. അതിനരികിൽ 5 ഗുഹകളുണ്ട്. 2 എണ്ണം കുളത്തിൻ്റെ വടക്ക് ഭാഗത്തും ആ ഗുഹകളിലൊന്ന് ചെങ്കുത്തായ മലയുടെ ഉയർന്ന ഭാഗത്തും. പേടിക്കേണ്ട സാബ്ജി, അത് കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് ഒരിക്കലും കടുവ അതിനുള്ളിൽ ഇരിക്കില്ല. അതുമാത്രമല്ല, ഞാനിത് ഉറപ്പിച്ചു പറയാൻ കാരണം പലപ്പോഴും കുരങ്ങന്മാർ അതിന് സമീപ പ്രദേശത്ത് ഓടിച്ചാടി കളിക്കുന്നതും കാണാൻ സാധിക്കും. പിന്നെയുള്ള 3 ഗുഹകൾ കുളത്തിന് കിഴക്ക് ഭാഗത്താണ്. രാമയ്യ, താങ്കൾക്ക് എന്നെ ആ ഗുഹയിലേക്ക് നയിക്കുവാൻ സാധിക്കുമോ? ഞാൻ അയാളോട് ചോദിച്ചു. തീർച്ചയായും ഞാൻ അങ്ങയെ സഹായിക്കും, അല്ലാതെ വേറെ ആരെ സഹായിക്കാനാണെന്ന് അയാൾ മറുപടി നൽകി. താങ്കൾ നാളെ രാവിലെ തന്നെ അവിടേക്ക് പോകുവാൻ തയ്യാറായി ഇരിക്കണമെന്ന് ഞാൻ രാമയ്യോട് പറഞ്ഞു. അതിനുശേഷം ഞാനും ദേവും അവിടെ നിന്ന് ബംഗ്ലാവിലേക്ക് തിരിച്ചു. അത്യധികം ആവേശത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ബംഗ്ലാവിലേക്ക് പോയത്. ബംഗ്ലാവിലെത്തിയതും അവൻ്റെ സന്തോഷവും ആവേശവും ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. ദേവ് ഓടിച്ചെന്ന് അവൻ്റെ തോക്കുകൾ തുടച്ചു വെക്കുകയും ഞങ്ങളുടെ റൈഫിലുകൾ പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്തു. അങ്ങനെ അതിനെല്ലാം ശേഷം ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. അതിരാവിലെ തന്നെ എണ്ണീക്കുകയും പ്രാതൽ കഴിക്കുകയും രംഗംപേട്ടിലേക്ക് പോകുകയും ചെയ്തു. അവിടെ നിന്ന് രാമയ്യെ കാറിൽ കയറ്റി വീണ്ടും അവിടെ നിന്ന് 7 മൈലുകൾ കൂടി സഞ്ചരിച്ച് രാവിലെ ഏകദേശം 6 മണിയോടെ പുലിബാനുവിൽ എത്തിച്ചേർന്നു. പുലിബാനുവിൽ ഞങ്ങളുടെ വണ്ടി ഇട്ടതിന് ശേഷം അവിടെ നിന്ന് ഉമ്പൽമേരിലെ ആ കുളത്തിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നുപോയി. ആ നടത്താൻ ഞങ്ങൾ ചെന്നെത്തിയത് ഉമ്പൽമേരിൻ്റെ കുളത്തിന് സമീപത്തേക്കാണ്. ഇപ്പോൾ സമയം 8 മണിയാകുന്നതേ ഉള്ളൂ. രാമയ്യ പറഞ്ഞ ഗുഹകളുടെ അരികിലേക്ക് പോകുവാൻ പ്രത്യേക പാതകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, രാമയ്ക്ക് ആ വനമെന്ന് പറഞ്ഞാൽ കൈരേഖ പോലെയാണെന്ന്. രാമയ്യ ഗുഹയുടെ ദിക്ക് മനസ്സിലാക്കി ഞങ്ങളെ അവിടേക്ക് നയിച്ചു.
അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ മാനുകളുടെയും കാട്ടുപന്നികളുടെയും കരടികളുടെയും എല്ലാം കാൽപ്പാടുകൾ വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു വഴികാട്ടിയായി രാമയ്യ മുന്നിലും എൻ്റെ വിഞ്ചസ്റ്റർ റൈഫിലുമായി അദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ ഞാനും, ഏറ്റവും പിന്നിലായി തൻ്റെ ഷോട്ട് ഗണ്ണ് പിടിച്ചുകൊണ്ട് ദേവും നടന്നു. ഒട്ടും താമസിക്കാതെ തന്നെ ഞങ്ങൾ പതിയെ നടന്ന് ചെങ്കുത്തായ ആ മലകളുടെ പല ഭാഗങ്ങളിലേക്കും കയറുവാൻ തുടങ്ങി. നടന്ന് ഏറെ ദൂരം സഞ്ചരിച്ചപ്പോൾ കുറ്റിക്കാടുകളുടെ അളവുകൾ കുറയാൻ തുടങ്ങി. മരങ്ങളുടെ എണ്ണവും കുറയാൻ തുടങ്ങി. അടിക്കാടുകളുടെ കട്ടിയും കുറഞ്ഞു വന്നു. അങ്ങനെ ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ അതുവഴി സഞ്ചരിച്ച് കാണണം. അപ്പോൾ രാമയ്യ ഞങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഗുഹയുടെ അരികിലേക്ക് എത്താറായിരിക്കുന്നു. പിന്നെ വെച്ച ഞങ്ങളുടെ ഓരോ ചുവടുകളും വളരെ ജാഗ്രതയോടെയായിരുന്നു. കണ്ണുകളും കാതുകളും കൂർപ്പിച്ചു. ചുറ്റുപാടും ഞങ്ങളുടെ കണ്ണുകൾ ഓടിച്ചു. ഏത് നിമിഷവും ഒരാക്രമണമോ പിന്നിലൂടെയുള്ള ആക്രമണമോ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ മുന്നിലേക്ക് നടന്നത്. രാമയ്യ പെട്ടെന്ന് കൈ ഉയർത്തി കാണിച്ചു. ഗുഹയെത്തി. ഗുഹ എന്ന് പറഞ്ഞാൽ 2 പാറക്കല്ലുകൾ കൂടിച്ചേർന്ന ഒരു ഗുഹയായിരുന്നു അത്. മുന്നിൽ നടന്ന രാമയ്യെ പതിയെ പിടിച്ച് എൻ്റെ പിന്നിലേക്ക് നിർത്തി. ഞാൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ ആ ഗുഹയുടെ അരികിലേക്ക് മന്ദം നടന്നു. ഇപ്പോൾ ഗുഹയും ഞാനും തമ്മിലുള്ള ദൂരം വെറും 15 അടി അകലത്തിൽ മാത്രമാണ്. തുറന്നു കിടക്കുന്ന ഗുഹയ്ക്കുള്ളിൽ കടുവയുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുഹയ്ക്കുള്ളിലേക്ക് കല്ലുകൾ വലിച്ചെറിയുവാൻ വേണ്ടി ഞാൻ രാമയ്യയോടും ദേവിനോടും ആവശ്യപ്പെട്ടു. ഞാൻ പറയാൻ കാത്തിരിക്കേണ്ട സമയം. അവിടെ കിടന്ന കല്ലുകൾ വാരി ഗുഹയ്ക്കുള്ളിലേക്ക് അവർ ചറപറ എറിഞ്ഞു. ഓരോ കല്ലുകളും ഗുഹയ്ക്കുള്ളിലേക്ക് വന്ന് പതിക്കുന്ന ശബ്ദം വളരെ വ്യക്തമായി തന്നെ എനിക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. ഗുഹയ്ക്കുള്ളിൽ നിന്നും ഞങ്ങൾ തേടുന്ന ആ കടുവയുടെ യാതൊരു ശബ്ദവും പുറത്തു വന്നില്ല. ഞങ്ങൾ പതിയെ ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും മറ്റൊരു ഗുഹയുടെ അരികിലേക്ക് പോകുവാൻ തീരുമാനമെടുത്തു. ഈ ഗുഹയിൽ കടുവയില്ലെന്ന് ഉറപ്പിച്ചു. എങ്കിലും പോകുന്നതിന് മുന്നേ തന്നെ ഒന്നുകൂടി ആ പരിസരം ഒന്ന് പരിശോധിച്ചു. എന്നാൽ അവിടെ കടുവയുടെ കാൽപ്പാടുകളൊന്നും കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അവിടെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് മറ്റൊരു ജീവിയുടെ കാൽപ്പാടായിരുന്നു. അതൊരു മുള്ളംപന്നിയുടെ കാൽപ്പാടായിരുന്നു. അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് രാമയ്യ കുന്നിൻ്റെ മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചു. താഴോട്ടല്ല പോകേണ്ടത്, മുകളിലോട്ടാണെന്നാണ് അയാൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ 2ാമത്തെ ഗുഹയുള്ളത് അവിടെയാണ്, അങ്ങ് മുകളിലാണ്. കുത്തനെ കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അതിനുള്ളിൽ കടുവയിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതുമാത്രമല്ല, ഒരു കുരങ്ങൻ ആ കവാടത്തിൻ്റെ വാതിലിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനർത്ഥം ഒന്നു തന്നെയാണ്, കടുവ ആ ഗുഹയ്ക്കുള്ളിലില്ല. വീണ്ടും ഞങ്ങൾ മലഞ്ചിരിവിറങ്ങി ഉമ്പൽമേരിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ചെന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. കിഴക്കൻ കുന്നുകളിലുള്ള 3 ഗുഹകൾ തേടിയുള്ള യാത്രയായിരുന്നു ഞങ്ങൾ നടത്തിയത്. ഉമ്പൽമേരിലെ ആ തടാകത്തിൻ്റെ അരികിൽ നിന്നും ഏകദേശം 45 മിനിറ്റ് നടന്നപ്പോൾ 1ാമത്തെ ഗുഹയുടെ അരികിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അത് വളരെ ഇടുങ്ങിയ ഒരു ഗുഹയായിരുന്നു. അതിൻ്റെ കവാടത്തിൽ തന്നെ പുല്ലുകളും ലെൻഡാന ചെടികളുമെല്ലാം വളർന്നു നിൽക്കുന്നു. ആദ്യ ഗുഹയിൽ ചെയ്തതുപോലെ തന്നെ ആവർത്തിച്ചു. ഒരു പ്രത്യേക പ്രദേശത്തേക്ക് കേന്ദ്രീകരിച്ച് തോക്ക് ചൂണ്ടി ഗുഹയിലേക്ക് കല്ലുകൾ വലിച്ചെറിയുവാൻ ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു. ഗുഹയ്ക്കുള്ളിലേക്ക് കല്ലുകൾ വന്ന് പതിക്കുന്ന ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടു. കടുവയുടെ യാതൊരു ചലനങ്ങളും അവിടെ നിന്നും എനിക്ക് ലഭിച്ചതുമില്ല. അവിടെ നിന്നും വീണ്ടും 15 മിനിറ്റുകൾ നടന്ന് 2ാമത്തെ ഗുഹയുടെ കവാടത്തിന് മുന്നിലെത്തി. നിർഭാഗ്യകരമായിരുന്നു അതും. അവിടെയും കടുവയെ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കടുത്ത നിരാശയോടെ അവിടെ നിന്നും പിന്മാറി 3ാമത്തെ ഗുഹയിലേക്കുള്ള യാത്ര തുടങ്ങി. നമ്മൾ ഇനിയും പോകുന്ന 3ാമത്തെ ഗുഹയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ കണ്ട 4 ഗുഹകളിൽ വെച്ച് ഏറ്റവും വലിയ ഗുഹയാണ് 5ാമത്തെ ആ ഗുഹ. രാമയ്യ ഈ ഗുഹയെ വിളിക്കുന്നത് മടാപ്പൻ്റെ എന്നാണ്. മലമുകളിൽ നിന്നും ഒഴുകി താഴേക്ക് വരുന്ന ഒരു നീർച്ചാല് കടന്നു പോകുന്നത് ഈ ഗുഹയ്ക്ക് അരികിലൂടെയാണ്. അതുമാത്രമല്ല, ആ നീർച്ചാല് വന്നു വീണ ഒരു കുളവും ആ ഗുഹയ്ക്കരികിൽ തന്നെയുണ്ട്. 1 മൈൽ ഏകദേശം സഞ്ചരിച്ചാണ് ആ ഗുഹയുടെ അരികിലേക്ക് എത്തിയത്. തികഞ്ഞ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഗുഹയുടെ അരികിൽ നിൽക്കുന്നത്. കാരണം വരുന്ന വഴിയിൽ ഞങ്ങൾ ഒരു കുളത്തിന് അരികിൽ എത്തിയിരുന്നു. ആ കുളത്തിൻ്റെ അരികിലെ വശങ്ങളിലെ ചെളിയിൽ കടുവയുടെ കാൽപ്പാടുകൾ ആഴത്തിൽ പതിഞ്ഞതിൻ്റെ പല പാടുകളും കാണുവാനിടയായിരുന്നു. അവിടെ നിന്നും 200 യാർഡുകൾ സഞ്ചരിച്ചാണ് ഞങ്ങൾ ഈ ഗുഹയുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നത്. ഏകദേശം 5 അടി വീതിയും ഉയരവുമുള്ള ഒരു വലിയ കവാടമായിരുന്നു ആ ഗുഹയ്ക്കുണ്ടായിരുന്നത്. ഗുഹയുടെ കവാടത്തെ മറയ്ക്കുന്ന രീതിയിൽ ഉയർന്ന പുല്ലുകളോ ലെൻഡാന ചെടികളോ മറ്റൊരു തടസ്സങ്ങളോ ഇല്ലാത്തതിനാൽ ആ ഗുഹയുടെ കവാടം വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ അവിടെയും ചെയ്തു. ഗുഹയ്ക്കുള്ളിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞു. എന്നാൽ ആദ്യ കല്ലുകൾ തന്നെ ഗുഹയിലേക്ക് വന്നു വീണപ്പോൾ തന്നെ
ഇടിമുഴക്കം പോലെ ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനം ആ ഗുഹയിൽ നിന്നും ഉയർന്നു കേട്ടു. പിന്നെ ഒട്ടും താമസിച്ചില്ല, ഒരു കടുവ ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും ചാടി പുറത്തേക്ക് വന്നു. ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന കടുവയെ പുറത്തെ സൂര്യപ്രകാശം ഒരു നിമിഷത്തേക്ക് അന്ധയാക്കി കാണണം. പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണുകൾ അവൾ ക്രമീകരിച്ച് ഞങ്ങൾക്ക് നേരെ തുറിച്ചു നോക്കി. പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിലായിരുന്നു അവൾ. വേറെ വല്ല നരഭോജിയായിരുന്നെങ്കിൽ ഉറപ്പായും ഞങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടേനെ. ഇത് ആ സർക്കസിൽ നിന്നും ചാടിപ്പോയ കടുവ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി അവൾ ഇടത്തേക്ക് ചാടി ഓടി. അവളങ്ങനെ ചാടി ഓടി രക്ഷപ്പെടുവാൻ നോക്കിയപ്പോൾ ഞാൻ ഉറക്കെ വിളിച്ചു, റാണി 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 എന്ന്. പെട്ടെന്ന് അവൾ അവിടെ നിന്നു, എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ ഒട്ടും വൈകിയില്ല, ലക്ഷ്യം തെറ്റാതെ എൻ്റെ തോക്കിൻ്റെ കുഴൽ അവളുടെ നെഞ്ചിന് നേരെ തന്നെ ചൂണ്ടിയിരിക്കുകയായിരുന്നു. കാഞ്ചിയിൽ മേൽ വിരലമർന്നു. പുകയും ഒരു പ്രകാശവും എൻ്റെ തോക്കിൻ്റെ കുഴലിൽ നിന്നും ചീറ്റി. കൃത്യം അവളുടെ നെഞ്ചു തുളച്ചിരുന്നു. അവൾ മുന്നിലേക്ക് വീഴാൻ പോയപ്പോൾ തന്നെ എൻ്റെ രണ്ടാമത്തെ തിരയും തോക്കിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. അത് കൃത്യം അവളുടെ തലയോട്ടി തകർത്തിരുന്നു. അതോടെ അവൾ അനക്കപ്പെട്ട് അവിടെ ചത്തു വീണു. രക്തം അവിടെയാകെ പടർന്നു. ഞാൻ ആ കടുവയുടെ അരികിലേക്ക് നടന്നു ചെന്നു. പ്രായം കുറഞ്ഞ ഒരു കടുവയായിരുന്നു അത്. പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. വനവുമായി യാതൊരു പരിചയവുമില്ലാത്ത കടുവയാണ്. നായാടി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും ഇവക്കറിയില്ല. ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവായിരിക്കാം അവളെ ഒരുപക്ഷെ നരഭോജിയാക്കി മാറ്റിയത്. അത് അവളുടെ ശരീരത്തിൽ പ്രകടവുമായിരുന്നു. നല്ലപോലെ ക്ഷീണിച്ച് മെലിഞ്ഞിരുന്നു അവൾ. വർഷങ്ങളോളം അവളെ കൂട്ടിൽ അകപ്പെടുത്തിയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായ മൃഗവേട്ട അവൾ മറന്നുപോയിരിക്കണം. വിശപ്പ് അവളെ അന്ധയാക്കി കാണണം. ഇതെല്ലാം കാരണമായിരിക്കാം അവളൊരു നരഭോജിയായി മാറിയത്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.